ഹായ് നമസ്കാരം, ഏവർക്കും PSC ക്ലൈംബറിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ ഒരു തംബ്നെയിൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു തംബ്നെയിലിൽ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് പുതിയ 9ാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിൽ നിന്നുള്ള ഒരു ചാപ്റ്റർ, കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന ഒരു ചാപ്റ്റർ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ഒരു ക്ലാസ്സിൽ എനിക്ക് കുറച്ച് ഭാഗങ്ങൾ, അതായത് ആ ഒരു പാഠവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഭാഗങ്ങൾ എഡിറ്റിങ്ങിൻ്റെ സമയത്ത് വിട്ടുപോയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ആ ടൈം ഞാനിവിടെ ഒന്ന് മെൻഷൻ ചെയ്യാം. അപ്പോൾ ഞാനത് റെക്കോർഡ് ചെയ്ത സമയത്ത് ആ ഒരു കംപ്ലീറ്റ് ചാപ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എഡിറ്റിങ്ങിൻ്റെ സമയത്ത് എന്തോ മിസ്സായി പോയതാണ്. ഞാനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ആ ക്ലാസ് ഒന്നുകൂടെ കണ്ട സമയത്താണ് എനിക്കും അത് മനസ്സിലായത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമായിരുന്നു. അതായത് രാജ്യസഭ, ലോക്സഭയെ പറ്റിയൊക്കെ പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ഭാഗം കൂടിയാണ് മിസ്സായി പോയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഒരു ചാപ്റ്റർ മാത്രം വെച്ചിട്ട് ഒന്നുകൂടെ ഒരു ക്ലാസ് ചെയ്യാമെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ആ ഒരു ക്ലാസ് കണ്ടിട്ടുള്ളവരാണെങ്കിൽ ഞാൻ ഈ ഒരു ടൈം മെൻഷൻ ചെയ്യാം. ആ ഒരു ടൈമിലുള്ള ക്ലാസ് മാത്രം ഒന്ന് കണ്ടാൽ മതിയാവും കേട്ടോ. അതല്ല നിങ്ങൾക്ക് ആ ഒരു ക്ലാസ് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഈ ഒരു കംപ്ലീറ്റ് ചാപ്റ്റർ ഇതോട് കൂടിയിട്ടൊന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആ ക്ലാസ്സിലാണ് നമ്മൾ 2024 പരീക്ഷയിൽ ഈ ഒരു പാഠത്തിൽ നിന്ന് ചോദിച്ചിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. ഇത് ആ ഒരു ചാപ്റ്ററിൻ്റെ കംപ്ലീറ്റ് ക്ലാസ് മാത്രമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നതുകൊണ്ടാണ് ഈ ക്ലാസ് ഒന്നുകൂടെ എനിക്ക് റീ അപ്ലോഡ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ എന്തായാലും ഇനിയുള്ള ക്ലാസ്സുകൾ ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും ഞാൻ എഡിറ്റിങ്ങിൻ്റെ സമയത്ത് അത് ശ്രദ്ധിക്കുന്നതാണ്. സോ അപ്പം നിങ്ങൾ ആദ്യമായിട്ട് ക്ലാസ് കാണുന്നവരാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്, അത് കാണുക. പിന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് PSC ചോദിച്ച ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്ത ആ ഒരു ക്ലാസ് കാണുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പ്രൊവൈഡ് ചെയ്യാം കേട്ടോ. സോ നമുക്ക് ആ ഒരു 4ാമത്തെ ചാപ്റ്റർ പഠിച്ചു തുടങ്ങാം കേട്ടോ. ഇന്ത്യൻ ഭരണഘടനയിലെ അധികാര വിന്യാസം എന്നുള്ളതാണ് ചാപ്റ്ററിൻ്റെ പേര്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഒരു പ്രസംഗത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് വായിക്കാം. പിന്നെ ഇത് ആര് നടത്തിയതാണ് എന്നുള്ള കാര്യം കൂടി ഒന്ന് പഠിച്ചു വെച്ചേക്കാം. പരീക്ഷകളിലൊക്കെ അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ടാണേ. ഓക്കെ, അപ്പോൾ നോക്കിക്കൊള്ളുക. വർഷങ്ങൾക്ക് മുമ്പ് നാം വിധിയുമായി ഒരു കൂടിക്കാഴ്ച നടത്തി. ആ പ്രതിജ്ഞ പൂർണ്ണമല്ലെങ്കിലും സുപ്രധാനമായി തന്നെ നമ്മൾ നിറവേറ്റിയ സമയമായിരിക്കുന്നു. ഇന്ന് പാതിരാമണി മുഴങ്ങുമ്പോൾ ഇന്ത്യ ഉണർന്നെഴുന്നേൽക്കും, പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും. ഒരു യുഗം അവസാനിക്കുന്നു. ദീർഘനാളായി അടിച്ചമർത്തപ്പെട്ടിരുന്ന ഒരു രാഷ്ട്രത്തിന്റെ ആത്മാവ് ശബ്ദിക്കുന്നു. ഈ അപൂർവ നിമിഷത്തിൽ ഇന്ത്യയുടെയും ഇവിടുത്തെ ജനങ്ങളുടെയും മനുഷ്യരാശിയുടെയും ആകെ തന്നെയും സേവനത്തിനായി സ്വയം അർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രതിജ്ഞ ചെയ്യാം. അപ്പൊ ഇത് സ്വാതന്ത്ര്യ പുലരിയിൽ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത് നടത്തിയ പ്രസംഗത്തിലെ ഒരു ഭാഗമാണ്. സോ ഇത് ആര് നടത്തിയതാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ പ്രസംഗത്തിന്റെ ഭാഗമാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ പോയിന്റ് അവിടെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം കേട്ടോ. ഇനി ഇവിടെ ഈ ഒരു കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണ്. അതായത് സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ പ്രധാനപ്പെട്ട 2 വാഗ്ദാനങ്ങളായിരുന്നു ജനാധിപത്യ ഭരണക്രമവും ക്ഷേമരാഷ്ട്ര നിർമ്മാണവും. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, സ്വതന്ത്ര ഇന്ത്യ ജനങ്ങൾക്ക് നൽകിയ 2 പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങൾ എന്തൊക്കെയാണ്? ജനാധിപത്യ ഭരണക്രമവും ക്ഷേമ രാഷ്ട്ര നിർമ്മാണവുമാണ്. ഇനി അതേപോലെ ഇവിടെ വേറൊരു പോയിന്റ് പലതവണ പരീക്ഷകളിൽ ചോദിച്ചൊരു പോയിന്റ് പറയുന്നുണ്ട്. നമ്മുടെ പഴയ CRT പുസ്തകത്തിൽ ഉള്ളതാണിത് കേട്ടോ. അതായത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ രൂപീകരണവും നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയവും. അതായത് ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ച വ്യക്തി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഇനി ലക്ഷ്യപ്രമേയത്തിനെ പറ്റിയുള്ള കാര്യങ്ങൾ പറയുവാണ്. ഇതൊന്നും നമ്മുടെ പഴയ പുസ്തകത്തിലുള്ള കാര്യങ്ങളല്ല കേട്ടോ. അപ്പൊ ഒന്ന് നോക്കി വെച്ചേക്കുക. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യ ഒരു സ്വതന്ത്ര പരമാധികാര റിപ്പബ്ലിക്കായി തീർക്കുവാനും അതിനായി ഒരു ഭരണഘടന തയ്യാറാക്കുവാനുമുള്ള ഗൗരവമേറിയ ദൃഢനിശ്ചയം പ്രഖ്യാപിക്കുന്നു. അടുത്തത്, സ്വതന്ത്ര പരമാധികാര ഇന്ത്യ എന്നത് പഴയ ബ്രിട്ടീഷ് ഇന്ത്യൻ പ്രദേശങ്ങൾ, ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഇന്ത്യൻ യൂണിയന്റെ ഭാഗമാകാൻ തയ്യാറുള്ള ബ്രിട്ടീഷ് ഇന്ത്യക്ക് പുറത്തുള്ള മറ്റു ഭാഗങ്ങൾ എന്നിവയുടെ ഒരു യൂണിയൻ ആയിരിക്കും. പിന്നെ അടുത്തത് നോക്കിക്കേ, ഇതിലുള്ളത് ഇന്ത്യൻ യൂണിയൻ രൂപീകരിക്കുന്ന പ്രദേശങ്ങൾ സ്വയംഭരണ യൂണിറ്റുകളായിരിക്കും. കൂടാതെ കേന്ദ്ര ഗവൺമെന്റിൽ നിക്ഷിപ്തമാകാതെയുള്ള എല്ലാ അധികാരങ്ങളും ചുമതലകളും അവയ്ക്ക് നൽകപ്പെടും. അടുത്തത്, സ്വതന്ത്ര പരമാധികാര ഇന്ത്യയുടെ എല്ലാ അധികാരങ്ങളും ജനങ്ങളിൽ നിന്നുമായിരിക്കും ഉത്ഭവിക്കുക. പിന്നെയോ ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും
സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതിയും പദവി സമത്വവും അവസര സമത്വവും നിയമത്തിന് മുമ്പിലുള്ള സമത്വവും കൂടാതെ നിയമത്തിനും പൊതുധാർമ്മികതയ്ക്കും വിധേയമായി സംസാരം, ആവിഷ്കാരം, വിശ്വാസം, ആരാധന, തൊഴിൽ, സംഘടനയും പ്രവർത്തനവും എന്നീ മൗലിക സ്വാതന്ത്ര്യങ്ങളും ഉറപ്പാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യും. അപ്പൊ ഇതൊക്കെയാണ് ലക്ഷ്യപ്രമേയത്തിൽ പറയുന്നത് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി അടുത്ത പോയിന്റിലേക്ക് വരാവേ. ഇവിടെ നോക്കുക, 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സഭയിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച ലക്ഷ്യപ്രമേയത്തിലെ ചില ആശയങ്ങളാണ് മുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഓർത്തു വെക്കേണ്ട പോയിന്റ്, ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, നെഹ്റു ആണ്. ഇനി എന്നാണ് അത്? 1946 ഡിസംബർ 13 എന്നോർത്തേക്കുക. ഇനി ബാക്കി ഈ ഒരു ആമുഖം തുടങ്ങുന്നതിനെ പറ്റി നമ്മുടെ പഴയ പാഠപുസ്തകത്തിലൊക്കെ ഉള്ളതാണ് അല്ലെ. ഭാരതത്തിലെ ജനങ്ങളായ നാം, അങ്ങനെയാണ് ആമുഖം തുടങ്ങുന്നത്. അതേപോലെ ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ള ഒരു തീയതി 1949 നവംബർ 26. ആമുഖത്തിൽ പരാമർശിച്ചിട്ടുള്ള ഡേറ്റ് എന്നാണ്? 1949 നവംബർ 26. ഓക്കെ, ഇനി ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഇതാണ്, ഭരണഘടനയുടെ സവിശേഷതകൾ. എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പോർഷൻ ആണ്. നോക്കാം. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശാനുസരണം 1946 ഡിസംബർ 6 രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതി 1946 ഡിസംബർ 9 മുതൽ 2 വർഷവും 11 മാസവും 17 ദിവസവും നീണ്ടുനിന്ന ഒരു മഹത്തായ പ്രക്രിയയിലൂടെ നിർമ്മിച്ചതാണ് ഇന്ത്യൻ ഭരണഘടന. 1949 നവംബർ 26 അംഗീകരിച്ച് നിയമമാക്കി നമുക്കായി തന്നെ സമർപ്പിച്ച ഇന്ത്യൻ ഭരണഘടനയിൽ 22 ഭാഗങ്ങളിലായി 395 വകുപ്പുകളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. 1950 ജനുവരി 26 നിലവിൽ വന്ന ഇന്ത്യൻ ഭരണഘടന കാലാനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഒരു സജീവ പ്രമാണമായി തുടരുന്നു. അപ്പൊ ഇവിടെ കുറെ കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കാനുണ്ട്. ഒന്ന്, ഏതിന്റെ നിർദ്ദേശാനുസരണമാണ് ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകരിച്ചെന്ന് ചോദിച്ചാൽ എന്തിന്റെയാണ്? ക്യാബിനറ്റ് മിഷന്റെയാണ്. ഒരുപാട് പരീക്ഷകളിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ച് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ കണ്ടിട്ടുണ്ട് അല്ലെ. അപ്പൊ അതാണ് ഒന്നാമത്തെ പോയിന്റ് പഠിക്കേണ്ടത്. രണ്ടാമത്തെ പോയിന്റ് ആ ഒരു ഡേറ്റ് ആണ്, 1946 ഡിസംബർ 6. എന്താണ്? ഭരണഘടനാ നിർമ്മാണ സമിതി ഫോം ചെയ്തത്, രൂപീകരിക്കപ്പെട്ട ഡേറ്റ് ആണ്. പിന്നെ അടുത്ത ഡേറ്റ് പഠിക്കേണ്ടത് 1946 ഡിസംബർ 9 ആണ്. അതെന്താണ്? ഭരണഘടനാ നിർമ്മാണ സമിതി ആദ്യമായിട്ട് സമ്മേളിച്ചത് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, കഴിഞ്ഞ ആ ഒരു പഴയ പാഠത്തിലൊക്കെ ഉള്ളതാണ്. പിന്നെ ഈ അടുത്തത് പഠിക്കേണ്ടത് ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മുടെ ഭരണഘടന പൂർത്തിയാക്കാൻ എത്ര വർഷം എടുത്തു എന്നുള്ളത്. 2 വർഷം 11 മാസം പിന്നെയോ 17 ദിവസം. അപ്പൊ ഭരണഘടന പൂർത്തിയാക്കാൻ 2 വർഷം 11 മാസം 17 ദിവസം. പിന്നെ 1949 നവംബർ 26 എന്താണ്? ഈ ഒരു ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചത് 1949 നവംബർ 26. അതേപോലെ ആ സമയത്ത്, അതായത് ഈ ഒരു ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 22 ഭാഗങ്ങൾ അഥവാ പാർട്സ് ഉണ്ടായിരുന്നു. പിന്നെയോ 395 വകുപ്പുകൾ അഥവാ ആർട്ടിക്കിൾസ് ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ 8 പട്ടികകൾ അഥവാ സ്കെഡ്യൂൾസ് ഉണ്ടായിരുന്നു. അപ്പൊ അതും കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കാം. പിന്നെ ഇവിടെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഒരു തവണ പരീക്ഷ നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതായത് ഇന്ത്യയുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ഭരണഘടനാ നിർമ്മാണ സമിതിയാണ്. അപ്പോൾ ഓർത്തു വെച്ചേക്കാം. അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് കേട്ടോ ഇവിടെ പഠിക്കാനുള്ളത്. ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ ഒരു ഭരണഘടനാ നിർമ്മാണ സമിതി ഫോം ചെയ്തത്. 1946 ഫോർമേഷൻ. 1946 ഡിസംബർ 9 ഫസ്റ്റ് സമ്മേളനം. നമ്മുടെ ഭരണഘടന എഴുതി തയ്യാറാക്കാൻ 2 വർഷവും 11 മാസവും 17 ദിവസവുമാണ് വേണ്ടി വന്നത്. 1949 നവംബർ 26 ഭരണഘടന അംഗീകരിച്ചത്. ആ സമയത്ത് 22 ഭാഗങ്ങളുണ്ട്, 395 ആർട്ടിക്കിളുണ്ട്, 8 പട്ടികകളുണ്ട്. ഓക്കെ,
ഇനി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം മുറുകെ പിടിച്ചതും ലക്ഷ്യപ്രമേയത്തിൽ സൂചിപ്പിച്ചതുമായ നിരവധി ആശയങ്ങൾ ഭരണഘടനയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പം അതിനെപ്പറ്റിയാണ് ഇനി താഴെ പറയുന്നത്. എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, ശ്രദ്ധിച്ചിരിക്കുക. ഒന്നാമത്തെ പ്രത്യേകത എന്താണ്? ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. ഇതും പലതവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അതായത് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം ഏതാണ് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഏതാണ്? ഇന്ത്യയാണ്. ഇനി 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയ സമഗ്രവും വിപുലവുമായ രേഖ. രാജ്യത്തിന്റെ വൈവിധ്യവും വൈപുല്യവും പരിഗണിച്ചുള്ള വിശദമായ ഉള്ളടക്കം. അപ്പൊ അവിടെ ഒന്ന് ഓർത്ത് വെച്ചേക്കുക, 1.5 ലക്ഷത്തോളം വാക്കുകൾ അടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഭരണഘടനയിൽ. അപ്പൊ ഒന്നാമത്തെ സവിശേഷത എന്താണ്? ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടന. രണ്ടാമത്തേതാണ് പാർലമെന്ററി ജനാധിപത്യം. അതായത് കാര്യനിർവഹണ വിഭാഗത്തിലെ അംഗങ്ങൾ നിയമനിർമ്മാണ സഭയിൽ നിന്നുള്ളവരായിരിക്കും. നിയമനിർമ്മാണ വിഭാഗം കാര്യനിർവഹണ വിഭാഗത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നു. അപ്പം ഇത്തരത്തിൽ ഒരു പാർലമെന്ററി ജനാധിപത്യമാണ് നമ്മുടെ ഭരണഘടനയിൽ ഉള്ളത്. അതേപോലെ ദൃഢമാണ്, അതേസമയം എന്താണ്? അയവുള്ളതുമായിട്ടുള്ള ഘടന. ഇത് എക്സാമിന് ചോദിച്ചിട്ടുള്ളത് ദൃഢമുള്ള മാത്രമാണ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ അയവുള്ളത് മാത്രമാണ് എന്നുള്ള രീതിയിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല, രണ്ടിൻ്റെയും കൂടെ ഒരു മിക്സ് ആണ് കേട്ടോ. ദൃഢമുള്ളതും എന്നാൽ അയവുള്ളതുമായിട്ടുള്ള ഘടനയാണ് നമ്മുടെ ഭരണഘടനയ്ക്കുള്ളത്. അതായത് ചില വ്യവസ്ഥകൾ ഭേദഗതി ചെയ്യാൻ പ്രത്യേക നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. എന്നാൽ മറ്റു ചിലത് സാധാരണ നിയമനിർമ്മാണ രീതിയിൽ ഭേദഗതി ചെയ്യാവുന്നതാണ്. അതായത് ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്താണ്? ദൃഢമായിട്ടുള്ള ചില നടപടിക്രമങ്ങളുണ്ട്. എന്നാൽ മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സാധാരണ നിയമനിർമ്മാണ രീതിയാണുള്ളത്. പിന്നെയാണ് മൗലിക അവകാശങ്ങളും മൗലിക കർത്തവ്യങ്ങളും. അതായത് ഓരോ വ്യക്തിക്കും രാഷ്ട്രം ഉറപ്പുവരുത്തേണ്ട അടിസ്ഥാന അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇനി മൗലിക കർത്തവ്യങ്ങൾ എന്ന് പറഞ്ഞാലോ, പൗരർ രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്തങ്ങളാണ്. അടുത്തതാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ. എന്താണ്? ഭാവി രാഷ്ട്രത്തിന്റെ സാമൂഹ്യ സാമ്പത്തിക അഭിവൃദ്ധിക്കായി രാഷ്ട്രത്തിന് നൽകിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് മാർഗനിർദ്ദേശ തത്വങ്ങൾ. അടുത്തത് ദ്വിമണ്ഡല നിയമ നിർമ്മാണ സഭകൾ. മൊത്തം ജനത്തെയും പ്രതിനിധീകരിക്കുന്ന അധോസഭ, അതായത് ലോകസഭ. പിന്നെ നിയമനിർമ്മാണത്തിൽ രണ്ടാമതൊരു ചിന്തയ്ക്കായി സംസ്ഥാനങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഉപരിസഭ, അതായത് രാജ്യസഭ എന്നിങ്ങനെ 2 സഭകൾ എവിടെയുണ്ട്? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയ്ക്കുണ്ട്. അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്ററി സിസ്റ്റത്തിനുണ്ട്. ഓക്കെ, അപ്പൊ അതിൽ ഓർത്ത് വെച്ചേക്കുക, അധോസഭ എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലെ. അധോസഭ എന്ന് പറഞ്ഞാൽ ലോകസഭയാണ്. അതേപോലെ പിന്നെയോ രാജ്യസഭയെ ഉപരിസഭ എന്നാണ് അറിയപ്പെടുന്നത്. അടുത്തതാണ് ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം. ഇതും എന്താണ്? ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രത്യേകതയാണ്. അതായത് അധികാരം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി വേർതിരിച്ചിട്ടുണ്ട്. എങ്കിലും കേന്ദ്രത്തിന് മേൽക്കൈ നൽകുന്ന ചില സവിശേഷാധികാരങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസമാണ്. അതായത് സംസ്ഥാനങ്ങൾക്കും അതേപോലെ കേന്ദ്രത്തിനും അധികാരം വേർതിരിച്ചു വെച്ചിട്ടുണ്ടെങ്കിലും കേന്ദ്രത്തിന് കുറച്ചും കൂടി ഒരു പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അടുത്തത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങളുടെ നിയന്ത്രണങ്ങളില്ലാത്ത കോടതി സംവിധാനം. പിന്നെ സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. ജനാധിപത്യ വ്യവസ്ഥ വിപുലവും അർത്ഥപൂർണവുമാക്കുന്നതിന് സ്വതന്ത്ര സ്വഭാവമുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളും നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ ആ സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് ജസ്റ്റ് ആ പേരുകൾ ഒന്നുകൂടെ ഒന്ന് ഓടിച്ചു നോക്കാം. ഒന്നാമതായിട്ട് നമ്മൾ പറഞ്ഞത് ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയാണ്, പാർലമെന്ററി ജനാധിപത്യമാണ്, പിന്നെയോ ദൃഢവും അയവുള്ളതുമായിട്ടുള്ള ഘടനയാണ്, മൗലിക അവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, മൗലിക കർത്തവ്യങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, മാർഗനിർദ്ദേശ തത്വങ്ങളുണ്ട്, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകളാണുള്ളത്, ശക്തമായ കേന്ദ്ര ഗവൺമെന്റോട് കൂടിയ ഫെഡറലിസം, സ്വതന്ത്രവും നിഷ്പക്ഷവുമായിട്ടുള്ള നീതിന്യായ വ്യവസ്ഥ, അതേപോലെ സ്വതന്ത്ര ഭരണഘടനാ സ്ഥാപനങ്ങൾ. ഇതെല്ലാം ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷതകളാണ്. ഓക്കെ, അടുത്തത് ഇന്ത്യൻ ഫെഡറലിസം. ഇവിടെ നോക്കിക്കേ, ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ഭരണ സംവിധാനമാണ് ഫെഡറലിസം. സോ ഫെഡറലിസം എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് അധികാരം 2 തലങ്ങളിലേക്ക് വിഭജിക്കപ്പെടുന്ന ആ ഒരു ഭരണ സംവിധാനത്തിനെയാണ്
ഫെഡറലിസം എന്ന് വിളിക്കുന്നത്. അതായത് ചില അധികാരങ്ങൾ കേന്ദ്ര ഗവൺമെന്റിനുണ്ട്, ചിലതെന്താണ് സംസ്ഥാന ഗവൺമെന്റിനുണ്ട്, ചിലത് രണ്ടിനുമുണ്ട്. അപ്പൊ നോക്കിക്കോ, കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റുകളും അധികാരം പങ്കിടുന്ന ഭരണ ക്രമീകരണമാണിത്. ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകളായി കണക്കാക്കുന്നത്. അപ്പോൾ ഈ ഫെഡറലിസത്തിന്റെ അടിസ്ഥാന സവിശേഷതകളായി കണക്കാക്കുന്നത് എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്നിവയാണ്. എന്തൊക്കെയാണ്? എഴുതപ്പെട്ട ദൃഢമായ ഭരണഘടന, അധികാര വിഭജനം, സ്വതന്ത്രമായ നീതിന്യായ വ്യവസ്ഥ എന്നിവയാണ്. ഇനി അടുത്തത് ഭാഗം ഒന്നില് പറയുന്നത് യൂണിയനും അതിന്റെ ഭൂപ്രദേശത്തിനെയും പറ്റിയാണ്. യൂണിയനും അതിന്റെ ഭൂപ്രദേശത്തെ പറ്റിയാണ് ഭാഗം 1 പറയുന്നത്. അതേപോലെ തന്നെ ഭാഗം 1 പറയുന്ന ചില ആർട്ടിക്കിൾസും കൂടി ഇവിടെ പറയുന്നുണ്ട് കേട്ടോ. അതായത് ഇത് കണ്ടോ, ഒന്നെന്ന് പറയുന്നത് യൂണിയന്റെ പേരും ഭൂപ്രദേശവുമാണ്. അതിൽ തന്നെ 1, 2 ഉണ്ട്, 1, 3 ഉണ്ട്. അപ്പോൾ 1, 2 ആണെങ്കിൽ സംസ്ഥാനങ്ങളും അവയുടെ ഭൂപ്രദേശങ്ങളും 1-ാം പട്ടികയിൽ പറഞ്ഞിട്ടുള്ള വിധം ആയിരിക്കുന്നതാണ്. അതേപോലെ 3 പറയുന്നത് 1, 3 ഭാരതത്തിന്റെ ഭൂപ്രദേശത്തെ പറ്റിയാണ്. ഓക്കെ, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക കേട്ടോ. ഇനി അടുത്തത് ഇവിടെ ഒരു പോയിന്റ് നോട്ട് ചെയ്യണേ. ഇന്ത്യ, അതായത് ഭാരതം, സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും. അപ്പോൾ ഭാരതം എന്ന് പറയുന്നത് സംസ്ഥാനങ്ങളുടെ ഒരു യൂണിയൻ ആയിരിക്കും. പിന്നെ എന്നാൽ ഭരണഘടനയിൽ ഒരിടത്തും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പരാമർശിക്കുന്നില്ല. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. അതായത് ഭരണഘടനയിൽ എവിടെയും ഇന്ത്യ ഒരു ഫെഡറൽ രാഷ്ട്രമാണെന്ന് പരാമർശിക്കുന്നില്ല. അപ്പോൾ അതൊന്ന് ഓർത്തു വെച്ചേക്കാം കേട്ടോ. ഇനി ഇവിടെ നമുക്ക് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ കുറച്ച് സവിശേഷതകൾ നോക്കാനുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ, മുമ്പൊരു ക്വസ്റ്റ്യൻ വന്നു എന്ന് പറഞ്ഞില്ലേ, അപ്പോൾ അതേ രീതിയിൽ ഇതിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ്. ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ ഏതൊക്കെയാണ് എന്നുള്ള രീതിയിൽ. ഓക്കെ, അപ്പോൾ ആദ്യം പറയുന്നത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടന. അപ്പോൾ ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും എന്താണ്, ഒരു പൊതു ഭരണഘടനയാണുള്ളത്. പിന്നെയോ ഭരണഘടനയുടെ പരമാധികാരം, ഏക പൗരത്വം, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന് മേൽക്കൈ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. അപ്പോൾ കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കുമായി ഒരു പൊതു ഭരണഘടന, ഭരണഘടനയുടെ പരമാധികാരം, ഏക പൗരത്വം, ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരങ്ങളിൽ കേന്ദ്രത്തിന് മേൽക്കൈ, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭ. പിന്നെയോ കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, അധികാര വിഭജനത്തിൽ കൂടുതൽ വിഷയങ്ങളും പ്രധാന അധികാരങ്ങളും കേന്ദ്രത്തിന്. അതേപോലെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ. പിന്നെയോ അർദ്ധ ഫെഡറൽ സംവിധാനം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യൻ ഫെഡറലിസത്തിന്റെ സവിശേഷതകൾ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി അടുത്ത് നമുക്ക് നോക്കാം. ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ജനാധിപത്യ പ്രതിബദ്ധതയുടെ മറ്റൊരു സവിശേഷതയാണ് ഇന്ത്യയുടെ ഫെഡറൽ ഘടന. രാഷ്ട്രത്തിന്റെ അധികാരങ്ങൾ ഒരു തലത്തിൽ മാത്രം കേന്ദ്രീകരിക്കാതെ അവ കേന്ദ്ര സർക്കാരിനും സംസ്ഥാന സർക്കാരുകൾക്കും ഇടയിൽ വിഭജിച്ചു നൽകുന്ന സമീപനമാണ് ഇന്ത്യൻ ഭരണഘടന സ്വീകരിച്ചിട്ടുള്ളത്. അധികാര വിഭജനം പരാമർശിക്കുന്ന ഭരണഘടനയുടെ 7-ാം പട്ടിക നമുക്ക് പരിശോധിക്കാം. അപ്പൊ അവിടെ ഓർത്തു വെക്കേണ്ടത് അധികാര വിഭജനത്തിനെ പറ്റി പരാമർശിക്കുന്നത് എവിടെയാണ്, ഏത് പട്ടികയിലാണ്? ഭരണഘടനയുടെ 7-ാം പട്ടികയിലാണ്. ഡിവിഷൻ ഓഫ് പവേഴ്സ് പഠിച്ചിട്ടുണ്ട്. യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, സമവർത്തി ലിസ്റ്റ് അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റ്. പരീക്ഷകളിൽ ചോദിക്കുന്നത്, ഇപ്പോൾ ഒരു എക്സാമ്പിൾ, ഒരു വിദേശകാര്യം അല്ലെങ്കിൽ പ്രതിരോധമൊക്കെ തന്നിട്ട് ഇത് ഏത് ലിസ്റ്റിൽ പെടുന്നതാണ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അതേപോലെ തിരിച്ചും താഴെ തന്നിട്ടുള്ളതിൽ നിന്ന് സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏതൊക്കെ വിഷയങ്ങളാണ് എന്നുള്ള രീതിയിൽ, അങ്ങനെ തിരിച്ചും മറിച്ചും ഒക്കെ ചോദ്യം ചോദിക്കുന്ന ഒരു മേഖലയാണ്. അപ്പോൾ ഈ ഒരു യൂണിയൻ ലിസ്റ്റിലെയും സംസ്ഥാന ലിസ്റ്റിലെയൊക്കെ കാര്യങ്ങളെ പറ്റിയുള്ള എക്സാമ്പിൾസ് നമ്മുടെ ഈ ഒരു പാഠത്തിൽ വളരെ കുറച്ചേ ഉള്ളൂ. നിങ്ങൾക്ക് ഉദാഹരണത്തിൽ നോക്കിയാൽ അറിയാം, 4-5 എണ്ണം മാത്രമേ കൊടുത്തിട്ടുള്ളൂ. പക്ഷെ ഞാൻ കുറച്ച് എക്സ്ട്രാ ആയിട്ടൂടെ ഇതിൽ പറയുന്നുണ്ട്, കാരണം പലതവണ പരീക്ഷകളിൽ അതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് മനസ്സിലാക്കേണ്ടത് 3 തരത്തിലുള്ള ലിസ്റ്റുകളുണ്ട്. ഒന്ന് യൂണിയൻ ലിസ്റ്റാണ്, രണ്ടാമത്തേത് സംസ്ഥാന ലിസ്റ്റാണ്, മൂന്നാമത്തേത് എന്താണ്, സമവർത്തി ലിസ്റ്റ് അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റാണ്. ഓക്കെ, പിന്നെ ഓരോന്നും നമുക്ക് നോക്കാം.
യൂണിയൻ ലിസ്റ്റ് എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ ഒരു പട്ടികയാണിത്. അപ്പോൾ യൂണിയൻ ലിസ്റ്റിലുള്ള കാര്യങ്ങളിൽ സമ്പൂർണ്ണ നിയമനിർമ്മാണ അധികാരമുള്ളത് ആർക്കാണ്? കേന്ദ്ര ഗവൺമെന്റിനാണ്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിനാണ്. ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഇതിൽ 97 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ ഓർത്തു വെക്കേണ്ട 2 പോയിന്റുകൾ ആദ്യം പഠിച്ചു വെച്ചേക്കുക. എന്തൊക്കെയാണ്? ഒന്ന്, ഇതിലെ വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ളത് കേന്ദ്ര ഗവൺമെന്റിനാണ്. നമ്മുടെ ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 97 വിഷയങ്ങളായിരുന്നു ഈ ഒരു യൂണിയൻ ലിസ്റ്റിലുണ്ടായിരുന്നത്. ഇപ്പോൾ ഉദാഹരണം നോക്കിയേക്കുക. വിദേശകാര്യമുണ്ട്, പിന്നെ പ്രതിരോധമുണ്ട്, റെയിൽവേ ഉണ്ട്, ബാങ്കിങ് ഉണ്ട്, പൗരത്വമുണ്ട്. അപ്പം SCERTയിൽ പറയുന്ന എക്സാമ്പിൾസ് തീർച്ചയായിട്ടും പഠിച്ചു വെക്കുക. വിദേശകാര്യം, പ്രതിരോധം, റെയിൽവേ, ബാങ്കിങ്, പൗരത്വം. ഇതിൽ ബാങ്കിങ്, പ്രതിരോധം, വിദേശകാര്യം ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് കേട്ടോ, ഏത് ലിസ്റ്റിൽ പെടുന്നു എന്നുള്ളത്. ഇനി അത് കൂടാതെയുള്ള കാര്യങ്ങളാണ് ഞാനിവിടെ ഒരു ബ്ലൂ കളറിൽ എഴുതിയിട്ടുള്ളത്. നോക്കാം. പാസ്പോർട്ട് യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. വിസ യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. പേറ്റന്റ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. അപ്പോൾ ഇതിൽ നിങ്ങൾ കോഡ് വെച്ച് പഠിക്കുന്നതിലൊക്കെ നല്ലത് കുറച്ചൊന്ന് മനസ്സിലാക്കി തന്നെ പഠിച്ചു വെക്കുന്നതാണ് കേട്ടോ. അത്യാവശ്യം വലിയ കാര്യങ്ങളൊക്കെ വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ് എന്നുള്ള രീതിയിലൊക്കെ ഓർത്തു വെക്കുക. അതേപോലെ ദേശീയപാത, പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ദേശീയപാത ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. പിന്നെ RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ലിസ്റ്റിലാണ്. ഇൻഷുറൻസ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയമാണ്. ലോട്ടറി, സെൻസസ്, കോർപ്പറേഷൻ നികുതി, CBI, UPSC, വരുമാന നികുതി, യുദ്ധവും സമാധാനവും. അപ്പം ഇതെല്ലാം ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത്? യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പഠിച്ചു വെച്ചോണം. വിദേശകാര്യമുണ്ട്, പ്രതിരോധമുണ്ട്, റെയിൽവേ, ബാങ്കിങ്. അതെ, ബാങ്കിങ്ങിൻ്റെ കൂടെ തന്നെ കണക്ട് ചെയ്ത് ഓർത്തേക്ക്. RBIയും എവിടെയാണ്? യൂണിയൻ ലിസ്റ്റിലാണ്. പിന്നെ പൗരത്വം, പാസ്പോർട്ട്, വിസ, പേറ്റന്റ്, ദേശീയപാത, ഇൻഷുറൻസ്, ലോട്ടറി, സെൻസസ്, കോർപ്പറേഷൻ, നികുതി, CBI, UPSC, വരുമാന നികുതി, അതേപോലെ യുദ്ധവും സമാധാനവും. ഇതെല്ലാം യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. അടുത്ത് നമുക്ക് നോക്കാനുള്ളത് സംസ്ഥാന ലിസ്റ്റിനെ പറ്റിയാണ്. അപ്പോൾ നോക്കാം. സാധാരണഗതിയിൽ സംസ്ഥാന ഗവൺമെന്റുകൾക്ക് നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത്. തുടക്കത്തിൽ ഇതിൽ 66 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അതായത് ഭരണഘടന നിലവിൽ വന്ന സമയത്ത് 66 വിഷയങ്ങളായിരുന്നു സംസ്ഥാന ലിസ്റ്റിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ സംസ്ഥാന ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ആർക്കാണ് നിയമനിർമ്മാണ അധികാരമുള്ളത്? സംസ്ഥാന ഗവൺമെന്റിനാണ്. ഓക്കെ, തുടക്ക സമയത്ത് 66 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഇനി ഉദാഹരണം നോക്കാം. കൃഷി, ജയില്, പോലീസ്, തദ്ദേശ സ്വയംഭരണം തുടങ്ങിയവ സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെടുന്ന. അപ്പോൾ ഇതിൽ ഈ PYQ ആണ് കേട്ടോ, പോലീസ് 2024 ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തദ്ദേശ സ്വയംഭരണവും ഇവിടുത്തെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. പിന്നെ അത് കൂടാതെ ഉള്ളത് ഞാനിവിടെ റെഡ് കളറിലെ മഷി കൊണ്ട് എഴുതിയിരിക്കുന്നതാണ്. ഫിഷറീസ്, പൊതുജനാരോഗ്യം, മദ്യം, കെട്ടിട നികുതി, ജലസേചനം, തീർത്ഥാടനം, പഞ്ചായത്ത് രാജ്. ഇതെല്ലാം സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്ന കാര്യങ്ങളാണ്. അടുത്തതാണ് സമവർത്തി ലിസ്റ്റ് അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റ്. പരീക്ഷകളിൽ അത് 2 രീതിയിലും ചോദിച്ചിട്ടുണ്ട്. അതായത് സമവർത്തി ലിസ്റ്റിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ ഏവ, അല്ലെങ്കിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ഏവ. പൊതുവെ മുമ്പുണ്ടായിരുന്ന എക്സാമുകളിൽ കൺകറന്റ് ലിസ്റ്റ് എന്നുള്ള രീതിയിലായിരുന്നു ചോദിച്ചത്. ഈ ലേറ്റസ്റ്റ് ആയിട്ട് 2024 നടന്ന ഒരു പരീക്ഷയിലാണ് സമവർത്തി ലിസ്റ്റ് എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ വന്നത്. അപ്പോൾ 2 പേരുകളും പഠിച്ചു വെച്ചേക്കുക കേട്ടോ. അപ്പോൾ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളുടെ പട്ടികയാണിത്. സോ സമവർത്തി ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സെൻട്രൽ ഗവൺമെന്റിനും അതേപോലെ തന്നെ സ്റ്റേറ്റ് ഗവൺമെന്റുകൾക്കും നിയമനിർമ്മാണ അധികാരമുള്ള വിഷയങ്ങളാണ് സമവർത്തി ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. തുടക്കത്തിൽ ഇതിൽ 47 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ, 42ാം ഭേദഗതിയോടുകൂടി സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ കാര്യം കൂടി ഇവിടെ ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കുക. അതായത് 1976 42ാം ഭരണഘടനാ ഭേദഗതിയോടുകൂടി 5 കാര്യങ്ങൾ കേട്ടോ. എത്രയെണ്ണാണ്? 5 കാര്യങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് ഈ ഒരു കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയത്. അപ്പോൾ 5 വിഷയങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് വിദ്യാഭ്യാസം, അതേപോലെ തന്നെ വനം, പിന്നെ ഭാരം, അളവുകൾ, പിന്നെയോ വന്യമൃഗങ്ങൾ, പക്ഷികൾ എന്നിവയുടെ സംരക്ഷണം, അതേപോലെ സുപ്രീം കോടതിയും ഹൈക്കോടതിയും ഒഴികെയുള്ള മറ്റു കോടതികളിലെ ഭരണ സമ്പ്രദായം. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇതിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ അത് ഓർത്തു വെക്കുക കേട്ടോ.
അപ്പോൾ നമ്മൾ പറഞ്ഞത് 42ാം ഭേദഗതിയോടുകൂടി സ്റ്റേറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന എത്രയാണ് 5 വിഷയങ്ങൾ കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണ് ഓർത്തു വെച്ചേക്കുക. ഒന്ന് വിദ്യാഭ്യാസം, പിന്നെ അതേപോലെ വനം, രണ്ടാമത്തത് വനം, മൂന്നാമത് വരുന്നതാണ് ഭാരവും അളവുകളും, നാലാമത്തത് വന്യമൃഗങ്ങൾ, പക്ഷികൾ എന്നിവയുടെ സംരക്ഷണം. പിന്നെ അഞ്ചാമത് വരുന്നതാണ് സുപ്രീം കോടതികളും അതേപോലെ ഹൈക്കോടതികളും ഒഴികെയുള്ള, അത് ശ്രദ്ധിക്കണം, സുപ്രീം കോർട്ടും അതേപോലെ ഹൈക്കോർട്ടും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ. സുപ്രീം കോർട്ടും അതേപോലെ ഹൈക്കോർട്ടും ഒഴികെയുള്ള മറ്റു കോടതികളിലെ ഭരണ സമ്പ്രദായം. അപ്പോൾ അതും എന്താണ്, ഇപ്പോൾ എവിടെയാണ്, കൺകറന്റ് ലിസ്റ്റിലാണ് ഉള്ളത്. അപ്പോൾ ഈ 5 വിഷയങ്ങളൊന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെച്ചേക്കുക. പിന്നെ ഇവിടെ നോക്കാം, സമവർത്തി ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ് വിദ്യാഭ്യാസം, നമ്മൾ ഓൾറെഡി പറഞ്ഞു, വനം, അതേപോലെ ട്രേഡ് യൂണിയനുകൾ, വിവാഹം, ജനന മരണ രജിസ്ട്രേഷൻ മുതലായവ. അപ്പോൾ വിവാഹവും അതേപോലെ തന്നെ എന്താണ്, വിവാഹമോചനവും എവിടെ വരുന്നതാണ്, വിവാഹമോചനവും വരുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത് വിദ്യാഭ്യാസം, വനം, ട്രേഡ് യൂണിയൻ, വിവാഹം, വിവാഹമോചനം, ജനന മരണ രജിസ്ട്രേഷൻ, ഇതൊക്കെ കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. പിന്നെ അതുകൂടാതെ ഇവിടെ സൈഡിൽ കൊടുത്തിട്ടുണ്ട് ഭാരം, അളവ് തൂക്കം, വൈദ്യുതി, ഫാക്ടറീസ്, ട്രസ്റ്റ്, പത്രം, പുസ്തകം, അച്ചടിശാല, വില നിയന്ത്രണം, ക്രിമിനൽ നിയമം, അതേപോലെ മതസ്ഥാപനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ട്രസ്റ്റുകൾ, ഇതെല്ലാം എവിടെയാണ് വരുന്നത്, ഇതെല്ലാം സമവർത്തി ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് തീർച്ചയായിട്ടും പഠിച്ചിട്ട് പോവുക. അറ്റ്ലീസ്റ്റ് ഈ ഒരു SCERT തന്ന എക്സാമ്പിൾസിന്റെ കൂടെ ഞാൻ ഈ പറഞ്ഞിട്ടുള്ള എക്സാമ്പിളുകൾ എങ്കിലും ഒന്ന് പഠിച്ചിരിക്കുക. ഓക്കെ, ഇനി അടുത്താണ് അവശേഷിക്കുന്ന അധികാരങ്ങൾ, റെസിഡ്യൂറി പവേഴ്സ്. മേൽപ്പറഞ്ഞ 3 അധികാര പട്ടികകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളെ അവശേഷിക്കുന്ന അധികാരങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ഇവയിലെ നിയമനിർമ്മാണ അധികാരം കേന്ദ്ര ഗവൺമെന്റിനാണ്. അപ്പൊ നമ്മളിപ്പോൾ മുമ്പ് കുറെ കാര്യങ്ങൾ കണ്ടു അല്ലെ, സ്റ്റേറ്റ് ലിസ്റ്റിലും അതേപോലെ കൺകറന്റ് ലിസ്റ്റിലും യൂണിയൻ ലിസ്റ്റിലും ഒക്കെ ഉൾപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ കണ്ടു. എന്നാൽ ചില വിഷയങ്ങൾ ഇതിലൊന്നും ഉൾപ്പെടാത്തതുണ്ട്. ഇപ്പൊ എക്സാമ്പിൾ പറയുവാണെങ്കിൽ സൈബർ നിയമങ്ങൾ. അപ്പൊ അങ്ങനെയുള്ള ഈ 3 ലിസ്റ്റുകളിലും ഉൾപ്പെടാത്ത വിഷയങ്ങളെ വിളിക്കുന്ന പേരാണ് അവശേഷിക്കുന്ന അധികാരങ്ങൾ. അപ്പോൾ ഈ അവശേഷിക്കുന്ന അധികാരങ്ങളിൽ വരുന്ന കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താൻ അധികാരമുള്ളത് ആർക്കാണ്, സെൻട്രൽ ഗവൺമെന്റിനാണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്തേക്കുക. ഇനി അടുത്തതായിട്ട് നമുക്കിവിടെ നോക്കാനുള്ളത് അധികാരം വേർതിരിക്കൽ. ഓക്കെ, അപ്പൊ ഇവിടെ ഡോക്ടർ BR അംബേദ്കർ ഭരണഘടനാ നിർമ്മാണ സമിതിയിൽ നടത്തിയ പ്രസംഗത്തിൽ നിന്നുള്ള കുറച്ച് ഭാഗങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാനതൊന്ന് വായിക്കാം. ഭരണഘടന ഒരു മൗലിക രേഖയാണ്. ഭരണകൂടത്തിന്റെ 3 ഘടകങ്ങളായ എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി, ലെജിസ്ലേച്ചർ എന്നിവയുടെ സ്ഥാനവും അധികാരവും അത് നിർവചിക്കുന്നുണ്ട്. ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക എന്നതാണ്. കാരണം ഘടകങ്ങളുടെ അധികാരത്തിന്മേൽ ഒരു പരിമിതിയും ഏർപ്പെടുത്തിയില്ലെങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യവും പൂർണ്ണമായ അടിച്ചമർത്തലും ഉണ്ടാവും. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചോണം. ഇതിൽ ചെറിയ ചെറിയ സെന്റൻസുകൾ ഒരു കോട്ട് പോലെ തന്നിട്ട് ഇത് ആര് നടത്തിയ പ്രസംഗത്തിൽ നിന്നുള്ളതാണ് എന്നുള്ള രീതിയിൽ ചോദിക്കുക കേട്ടോ. അപ്പൊ ഭരണഘടന എന്താണ്, ഒരു മൗലിക രേഖയാണ്. പിന്നെ ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കണേ, ഭരണകൂടത്തിന്റെ 3 ഘടകങ്ങൾ ഏതൊക്കെയാണ്? എക്സിക്യൂട്ടീവ് ഉണ്ട്, ജുഡീഷ്യറി ഉണ്ട്, ലെജിസ്ലേച്ചർ ഉണ്ട്. ഇനി ഭരണഘടനയുടെ ലക്ഷ്യം ഭരണകൂടത്തിന്റെ സംവിധാനങ്ങൾ സൃഷ്ടിക്കുക മാത്രമല്ല അവയുടെ അധികാരം പരിമിതപ്പെടുത്തുക എന്നതാണ്. കാരണം ഘടകങ്ങളുടെ അധികാരത്തിന്മേൽ ഒരു പരിമിതിയും ഏർപ്പെടുത്തിയില്ലെങ്കിൽ സമ്പൂർണ്ണ സ്വേച്ഛാധിപത്യവും പൂർണ്ണമായ അടിച്ചമർത്തലും ഉണ്ടാകും. അപ്പൊ അതൊന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി നമുക്കിവിടെ ആവശ്യമുള്ളത് താഴത്തേക്ക് വരുമ്പോഴത്തേക്കും അധികാരം വേർതിരിക്കൽ എന്ന് പറഞ്ഞ് ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു 3 ഘടകങ്ങളുണ്ട് എന്നല്ലേ. ഏതൊക്കെയാണത്? നിയമനിർമ്മാണ സഭയുണ്ട്, കാര്യനിർവഹണ വിഭാഗമുണ്ട്, നീതിന്യായ വിഭാഗമുണ്ട്. അപ്പോൾ നിയമനിർമ്മാണ സഭ അഥവാ ലെജിസ്ലേച്ചർ, കാര്യനിർവഹണ വിഭാഗം അഥവാ എക്സിക്യൂട്ടീവ്, നീതിന്യായ വിഭാഗം അഥവാ ജുഡീഷ്യറി.
നോക്കാം. ഇന്ത്യൻ ഭരണ സംവിധാനത്തിൽ അധികാരം നിയമനിർമ്മാണ സഭ, കാര്യനിർവഹണ വിഭാഗം, നീതിന്യായ വിഭാഗം ഇവയിൽ ഏതെങ്കിലും ഒന്നിൽ കേന്ദ്രീകരിക്കുന്നത് തടയുന്നതിനും ജനാധിപത്യത്തെ പിന്തള്ളി ഏകാധിപത്യം കടന്നു വരാതിരിക്കാനും ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. ഈ ചർച്ചകളിൽ നിന്നാണ് പാർലമെന്ററി ഭരണ സംവിധാനവും ഫെഡറൽ ഘടനയും ഉരുത്തിരിഞ്ഞത്. അപ്പൊ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക കേട്ടോ. ഇനി നമ്മുടെ നിയമനിർമ്മാണ സഭ അല്ലെങ്കിൽ ലെജിസ്ലേച്ചറിനെ പറ്റി പറയുവാണേ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ പറയുന്ന ഒരു ഭാഗമാണ് ഇനി വരുന്നത്. നോക്കാം. ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭയുടെ പേര് നമുക്കറിയാം, എന്താണ്? പാർലമെന്റ് എന്നാണ്. രാജ്യത്തിന് ആവശ്യമായ നിയമങ്ങൾ നിർമ്മിക്കുക എന്നതാണ് പാർലമെന്റിന്റെ പ്രാഥമിക ധർമ്മം. അപ്പോൾ പാർലമെന്റിന്റെ പ്രാഥമിക ധർമ്മം അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മം ഏതാണെന്ന് ചോദിച്ചാലും എന്താണ്? രാജ്യത്തിന് ആവശ്യമായിട്ടുള്ള നിയമങ്ങൾ നിർമ്മിക്കുക എന്നുള്ളതാണ്. വിവിധങ്ങളായ ജനാഭിലാഷങ്ങളെ മുൻനിർത്തിയും കാലാനുസൃതമായ പരിവർത്തനങ്ങളെ സാധ്യമാക്കുന്നതിനും പുതിയ ലക്ഷ്യങ്ങൾ സാക്ഷാത്കരിക്കുന്നതിനും വേണ്ടി നിയമങ്ങൾ നിർമ്മിക്കാറുണ്ട്. ലോക്സഭ, രാജ്യസഭ എന്നീ രണ്ട് സഭകൾ ഉള്ള ഇന്ത്യയുടെ പാർലമെന്റ് ഒരു ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയാണ്. നമ്മൾ പഴയ SCRT-യിലും പഠിച്ചിട്ടുണ്ട്. ലോക്സഭയുണ്ട്, അതേപോലെ തന്നെ എന്താണ്? രാജ്യസഭയുണ്ട് അല്ലെ. വലിപ്പവും വൈവിധ്യവുമുള്ള രാജ്യങ്ങൾ സാധാരണയായി അവയുടെ ദേശീയ നിയമനിർമ്മാണ സഭയിൽ 2 സഭകൾ സ്ഥാപിക്കാറുണ്ട്. രാജ്യത്തെ എല്ലാ വൈവിധ്യങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്നതിന് ഇത് സഹായകമാണ്. കൂടാതെ ജനാധിപത്യപരമായ ചർച്ചകളും സംവാദങ്ങളും സാധ്യമാക്കുന്നതിൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ പ്രധാന പങ്കുവഹിക്കുന്നു. സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലാണ്. സോ സംസ്ഥാനങ്ങളിൽ നിയമനിർമ്മാണം നടത്തുന്നത് ആരാണ്? സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ്. ഇനി നിയമനിർമ്മാണ സഭയുടെ ചുമതലകൾ ഏതെല്ലാമാണെന്ന് പരിചയപ്പെടാം. അപ്പൊ ഇത് ഇമ്പോർട്ടന്റ് ആണ്, കാരണം 2024 നടന്ന ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒന്നാമത്തേതാണ് നിയമനിർമ്മാണം. നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലേ, പ്രാഥമിക ധർമ്മമാണെന്ന് പറഞ്ഞു. പിന്നെ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, പൊതു ഖജനാവിന്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക. സോ ഓർത്തു വെച്ചേക്കുക, പാർലമെന്റിന്റെ പ്രധാന ചുമതലകൾ നമ്മുടെ പാഠഭാഗത്തിൽ പറയുന്ന 6 ചുമതലകളാണ്. ഏതൊക്കെയാണ്? നിയമനിർമ്മാണം, അതാണ് പ്രാഥമിക ചുമതല. പിന്നെ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുക, ഇംപീച്ച്മെന്റ് നടപടിക്രമങ്ങളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും ചെയ്യുക, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തിരഞ്ഞെടുപ്പുകളിൽ പങ്കാളിയാവുക, പൊതു ഖജനാവിന്റെ സംരക്ഷകനായി പ്രവർത്തിക്കുക. അപ്പൊ ഇതെല്ലാമാണ് പാർലമെന്റിന്റെ പ്രധാനപ്പെട്ട ചുമതലകൾ. അടുത്ത് നമുക്ക് ലോകസഭയെ പറ്റി പഠിക്കാം. പാർലമെന്റിന്റെ അധോ മണ്ഡലമാണ് ലോകസഭ. അപ്പോൾ അധോ സഭ എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അത് ലോക്സഭയാണെന്ന് ഓർത്തു വെച്ചേക്കുക. സോ അധോ സഭ എന്നാണ് ലോക്സഭ അറിയപ്പെടുന്നത്. ഉപരിസഭ എന്നാണ് രാജ്യസഭ അറിയപ്പെടുന്നത്. നമ്മൾ അതായത് പഴയ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് അല്ലെ. ഇനി പാർലമെന്റിന്റെ അധോ മണ്ഡലമാണ് ഏത്? ലോകസഭ. ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം ജനങ്ങൾ നേരിട്ടാണ് ലോകസഭാ അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താണ്? നേരിട്ടുള്ള തെരഞ്ഞെടുപ്പാണ് അല്ലെ, പ്രത്യക്ഷ തെരഞ്ഞെടുപ്പ് രീതിയാണ്. അതായത് ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരം, അതായത് വോട്ട് ചെയ്യുന്നു, ആർക്കാണോ കൂടുതൽ ഭൂരിപക്ഷം അല്ലെങ്കിൽ ആർക്കാണോ കൂടുതൽ വോട്ട് കിട്ടുന്നത് അവർ തെരഞ്ഞെടുക്കപ്പെടുന്നു. 25 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് ലോകസഭയിലേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. എത്ര വയസ്സാണ്? 25 വയസ്സാണ്. സോ പാർലമെന്റിന്റെ അധോ മണ്ഡലമാണ് ലോക്സഭ. പിന്നെയോ ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരമാണ് ഇതിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ലോകസഭാംഗങ്ങളെ ജനങ്ങൾ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. 25 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ കഴിയും. ഇനി ലോക്സഭയുടെ കാലാവധി ചോദിച്ചാൽ 5 വർഷമാണ്. ലോക്സഭയുടെ കാലാവധി 5 വർഷമാണ്. ലോക്സഭയുടെ പരമാവധി അംഗബലം പറഞ്ഞ് 550 ആണ്. ലോക്സഭയുടെ പരമാവധി അംഗബലം 550 ആണ്. എന്നാൽ നിലവിൽ 2023 കണക്കനുസരിച്ച് 543 തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഉള്ളത്. ലോക്സഭയിലെ ഭൂരിപക്ഷത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരുകളുടെ രൂപീകരണവും നിലനിൽപ്പും സാധ്യമാവുന്നത്. ഒരു പാർട്ടിക്കോ സഖ്യത്തിനോ സർക്കാർ രൂപീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലോ ഭരിക്കുന്ന പാർട്ടിക്കോ സഖ്യത്തിനോ ഭൂരിപക്ഷം നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലോ രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്കാണ് പോകുന്നത്. ലോക്സഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. സോ ലോക്സഭയുടെ അധ്യക്ഷൻ ആരാണ്? സ്പീക്കറാണ്. ലോക്സഭയുടെ അധ്യക്ഷൻ ആരാണ്? സ്പീക്കറാണ്. ധനപരമായ വിഷയങ്ങളിൽ ലോക്സഭയ്ക്ക് രാജ്യസഭയേക്കാൾ കൂടുതൽ അധികാരങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ മണി ബില്ല് പോലെയുള്ള ബില്ലുകളൊക്കെ ആദ്യം പരിഗണിക്കുന്നത് ലോക്സഭയാണ്. ധനബില്ലും അവിശ്വാസ പ്രമേയവും അവതരിപ്പിക്കുന്നത് ലോക്സഭയിലാണ്. അപ്പൊ അത്രയും കാര്യങ്ങളാണ് ലോക്സഭയെ പറ്റി നമുക്ക് ഓർത്തു വെക്കേണ്ടത്. അപ്പൊ ഒന്നുകൂടി ഒന്ന് പറഞ്ഞു നോക്കാം. എന്താണ്? അധോ സഭ എന്നറിയപ്പെടുന്നത് ഏതാണ്? ലോക്സഭയാണ്.
അപ്പോൾ ഉപരിസഭ എന്നറിയപ്പെടുന്നതോ അത് രാജ്യസഭയാണ്. ഇനി മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ പാർലമെന്റിന്റെ അധോ മണ്ഡലമാണ് ലോക്സഭ എന്ന് പറയുന്നത്. ഇവിടെ ഭൂരിപക്ഷ സമ്പ്രദായ പ്രകാരമാണ് അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. ഇനി പ്രത്യക്ഷ തിരഞ്ഞെടുപ്പ് രീതിയാണോ പരോക്ഷ തിരഞ്ഞെടുപ്പ് രീതിയാണോ അവലംബിച്ചിട്ടുള്ളത്? പ്രത്യക്ഷ രീതിയാണ് അല്ലെ. അതായത് ജനങ്ങൾ നേരിട്ടാണ് ലോക്സഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞു 25 വയസ്സ് പൂർത്തിയായിരിക്കണം. 5 വർഷമാണ് ലോക്സഭയുടെ കാലാവധി. ആകെയുള്ള അംഗബലം മീൻസ് പരമാവധി മാക്സിമം 550 പേരെ പാടുള്ളൂ. ഇപ്പോൾ 543 തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് ഉള്ളത്. ലോക്സഭയുടെ അധ്യക്ഷൻ സ്പീക്കറാണ്. ധനപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ രാജ്യസഭയേക്കാൾ അധികാരം ലോക്സഭയ്ക്കുണ്ട്. ധനബില്ലും അവിശ്വാസ പ്രമേയവും ഒക്കെ അവതരിപ്പിക്കപ്പെടുന്നത് ലോക്സഭയിലാണ്. അടുത്ത രാജ്യസഭയിലേക്ക് വരാം. പാർലമെന്റിന്റെ ഉപരിസഭയാണ് രാജ്യസഭ. നമ്മൾ പറഞ്ഞു അല്ലെ, ജനസംഖ്യ അനുപാതികമായി സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭയാണിത്. അപ്പൊ ജനസംഖ്യ അനുപാതികമായിട്ട് സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യം നൽകിയിരിക്കുന്ന സഭ ഏതാണ്? അത് രാജ്യസഭയാണ്. സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് രാജ്യസഭാംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരാണ് എന്ത് ചെയ്യുന്നത്? രാജ്യസഭയിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത്. 30 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. രാജ്യസഭയാണെങ്കിൽ എത്രയായിരുന്നു? 25 വയസ്സാണ്. ഇനി രാജ്യസഭ എന്ന് പറയുന്നത് ഒരു സ്ഥിരം സഭയാണ്. സഭാംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. അപ്പൊ അവിടെ ഓർത്തു വെക്കണേ, ലോക്സഭയുടെ കാലാവധി നമ്മൾ പറഞ്ഞു 5 വർഷമാണ്. എന്നാൽ രാജ്യസഭയ്ക്ക് എന്താണ്? കാലാവധി ഇല്ല. രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല. പക്ഷേ രാജ്യസഭ അംഗങ്ങളുടെ കാലാവധി 6 വർഷമാണ്. ഇനി രാജ്യസഭയിലെ 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോൾ, അതൊക്കെ ഒന്ന് നോട്ട് ചെയ്തോണേ, 1/3 അംഗങ്ങൾ ഓരോ 2 വർഷം കൂടുമ്പോഴും വിരമിക്കുകയും ആ ഒഴിവുകളിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്നു. ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. ലോക്സഭയുടെ ആരായിരുന്നു? നമ്മൾ പറഞ്ഞു സ്പീക്കർ ആയിരുന്നു അല്ലെ. ഇതൊന്ന് കമ്പയർ ചെയ്ത് പഠിക്കുന്നതാണ് കേട്ടോ എളുപ്പം. അപ്പോൾ ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ അധ്യക്ഷൻ. രാജ്യസഭയുടെ പരമാവധി അംഗബലം 250 ആണ്. രാജ്യസഭയുടെ പരമാവധി അംഗബലം 250 ആണ്. ഇവിടെ നമ്മൾ ലോക്സഭയുടെ കണ്ടു, എത്രയാണ്? അത് 550 ആണ് ലോക്സഭയുടെ പരമാവധി അംഗബലം. ഇനി ഇതിൽ 238 പേരെ തിരഞ്ഞെടുക്കുകയും 12 പേരെ രാഷ്ട്രപതി നാമനിർദ്ദേശം ചെയ്യുകയും ചെയ്യുന്നു. സോ 238 പേരെ തിരഞ്ഞെടുക്കുന്നു, 12 പേരെ എന്താണ്? നാമനിർദ്ദേശം ചെയ്യുന്നു. ഇങ്ങനെ ടോട്ടൽ എത്ര അംഗങ്ങളാവാം? 250 അംഗങ്ങളെ ആകാൻ പാടുള്ളൂ. ഉപരാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടി ക്രമങ്ങൾ ആരംഭിക്കുന്നത് രാജ്യസഭയിൽ നിന്നാണ്. കൂടാതെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നത് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. അപ്പോൾ ഓർത്തു വെച്ചേക്കുക, എന്താണ്? രാഷ്ട്രപതിയെ നീക്കം ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? രാജ്യസഭയിൽ നിന്നാണ്. അതേപോലെ പുതിയ അഖിലേന്ത്യാ സർവീസ് സൃഷ്ടിക്കുന്നത് പാർലമെന്റിനെ ചുമതലപ്പെടുത്താനുള്ള അധികാരം രാജ്യസഭയിൽ നിക്ഷിപ്തമാണ്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ കഴിഞ്ഞ 2024 നടന്ന നമ്മുടെ തിരുവനന്തപുരം LDC ഉണ്ടല്ലോ, അതിൽ ഈ ഒരു രാജ്യസഭയുമായിട്ട് റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റൻ ഉണ്ടായിരുന്നു. പക്ഷെ അത് അത്ര SCRT ബേസ് അല്ലായിരുന്നു, അത് കുറച്ച് NCRTയിൽ നിന്നുള്ള കാര്യങ്ങൾ കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അപ്പോൾ ഞാൻ ഇതിന് മുമ്പത്തെ ക്ലാസ്സുകളായിട്ട് NCRTയിൽ നിന്നുള്ള നിയമനിർമ്മാണത്തിനെ പറ്റിയിട്ടുള്ള ആ ഒരു ഭാഗം വരുന്ന ഒരു ചെറിയൊരു ചാപ്റ്റർ പോലെ നമുക്കതിൻ്റെ ഇക്വലന്റ് ടെസ്റ്റിൽ നിന്ന് കിട്ടിയ അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാകുന്ന ഒരു ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ക്ലാസ്സും കൂടെ നിങ്ങൾ കാണുക. കാര്യം ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പലപ്പോഴും ഇതിൽ NCRTയിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ ഈ ലോക്സഭ രാജ്യസഭ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പഠിച്ചിട്ട് നിങ്ങൾ പോകരുത്, എക്സ്ട്രാ NCRTയും കൂടെ നോട്ട് ചെയ്യണം കേട്ടോ. ഞാൻ എല്ലാ സബ്ജക്റ്റിനും അല്ലെങ്കിൽ എല്ലാ പോർഷൻസും അങ്ങനെ NCRT നോക്കണമെന്ന് പറയാറില്ല. അത് അങ്ങനെ എല്ലാത്തിനൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ വളരെ സെലക്റ്റീവായിട്ട് ചില കാര്യങ്ങൾ NCRTയിൽ നിന്നും കൂടെ നോക്കി പോവുക. ഇനി അടുത്ത് നമുക്ക് നോക്കാം നിയമനിർമ്മാണം ഇന്ത്യയിൽ. നോക്കാം, ഇവിടെയൊക്കെ ജസ്റ്റ് ഇങ്ങനെ വായിച്ചു നോക്കാനുള്ള കാര്യങ്ങളുള്ളേ. ഇവിടെ വരാം. നിയമനിർമ്മാണത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകിയാൽ ബന്ധപ്പെട്ട മന്ത്രാലയത്തിന്റെ മേൽനോട്ടത്തിലും നിർദ്ദേശങ്ങൾക്കും അനുസൃതമായി ഉദ്യോഗസ്ഥരാണ് നിയമത്തിന്റെ കരട് രൂപമായ ബില്ല് തയ്യാറാക്കുന്നത്. അപ്പൊ അവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, നിയമത്തിന്റെ കരട് രൂപം അറിയപ്പെടുന്നത് എന്താണ്? ബില്ലാണ്. ഈ ബില്ല് രാജ്യസഭ അംഗീകരിക്കണം, ലോക്സഭ അംഗീകരിക്കണം, അതിനുശേഷം പ്രസിഡന്റ് എന്ത് ചെയ്യണം? ഒപ്പും കൂടെ ഇടണം. അങ്ങനെയാണ് ഈ ബില്ല് എന്തായിട്ട് മാറുന്നത്? ഒരു നിയമമായിട്ട്
മാറുന്നത്. അപ്പൊ നോക്കാം, ബില്ലുകൾ വിവിധ തരമുണ്ട്. മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ലാണ് ഗവൺമെന്റ് ബില്ല്. അപ്പൊ മന്ത്രിമാർ അവതരിപ്പിക്കുന്ന ബില്ല് എന്താണ്? ഗവൺമെന്റ് ബില്ലാണ്. മന്ത്രി അല്ലാത്ത പാർലമെന്റ് അംഗം അവതരിപ്പിക്കുന്ന ബില്ലാണ് സ്വകാര്യ ബില്ല്. അപ്പൊ മറ്റൊരു പാർലമെന്റ് അംഗമാണ്, മന്ത്രിയാവാൻ പാടില്ല, ഒരു പാർലമെന്റ് അംഗം മാത്രമാണെങ്കിൽ അദ്ദേഹം അവതരിപ്പിക്കുന്ന ബില്ലിനെയാണ് നമ്മൾ സ്വകാര്യ ബില്ല് എന്ന് പറയുന്നത്. അപ്പൊ ഇതിനെപ്പറ്റിയൊക്കെ കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ അല്ലെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ആ ഒരു NCERT ഭാഗത്തിൽ പഠിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ അതിന്റെ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാവേ. ഇനി ഇത് കൂടാതെ പൊതുഖജനാവിലേക്കുള്ള ധനസമാഹരണവും ചെലവഴിക്കലും സംബന്ധിച്ച ബില്ലുകളാണ് ധനബില്ലുകൾ. ധനബില്ല് ലോക്സഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. ബില്ലുകളല്ലാത്തവയാണ് ധനേതര ബില്ലുകൾ. ഭരണഘടനാ ഭേദഗതി ബില്ലുകളും സാധാരണ ബില്ലുകളുമാണ് ധനേതര ബില്ലുകളായി കണക്കാക്കുന്നത്. അപ്പൊ അവിടെ ഓർക്കേണ്ട കാര്യം, ധനബില്ല് അല്ലെങ്കിൽ മണി ബില്ല് ആദ്യം അവതരിപ്പിക്കപ്പെടുന്നത് എവിടെയാണ്? ലോക്സഭയിലാണ്. ഇതൊരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, PSC ചോദിച്ചിട്ടുണ്ട്. എന്നാൽ ധനബില്ലല്ലാത്ത ധനേതര ബില്ലുകൾ, ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ അല്ലെങ്കിൽ മറ്റ് സാധാരണ ബില്ലുകളൊക്കെ ആദ്യം നമുക്ക് ഏത് സഭയിൽ വേണമെങ്കിലും അവതരിപ്പിക്കാം. അതായത് ലോക്സഭയിലോ രാജ്യസഭയിലോ ഒക്കെ അവതരിപ്പിക്കാവുന്നതാണ്. അടുത്ത് നോക്കാം, ഒരു ബില്ല് നിയമമാകുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ നോക്കാം. 3 വായനകളാണുള്ളത്. 1-ാം വായനയുണ്ട്, 2-ാം വായനയുണ്ട്, 3-ാം വായനയുണ്ട്. ഈ 3 വായനകളും 2 സഭകൾക്കും കോമൺ ആണ്. അതായത് രാജ്യസഭയിലും ഇത്തരത്തിലുള്ള 3 വായനകൾ നടത്തണം, ലോക്സഭയിലും ഇത്തരത്തിലുള്ള 3 വായനകൾ നടത്തണം. സോ 1-ാം വായന നോക്കാം. ധനബിൽ അല്ലാത്ത ഏതൊരു ബില്ലും ഇരു സഭകളിൽ ഏതെങ്കിലും ഒന്നിൽ മന്ത്രിയോ സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. അപ്പോൾ ധനബില്ലാണെങ്കിൽ എന്താണ്? തീർച്ചയായിട്ടും ലോക്സഭയിൽ വേണം ആദ്യം അവതരിപ്പിക്കാൻ. ധനബില്ലല്ലാത്ത ഏതൊരു ബില്ലും എന്ത് ചെയ്യുന്നു? ഏതെങ്കിലും ഒരു സഭയിൽ, ലോക്സഭയിലോ അല്ലെങ്കിൽ രാജ്യസഭയിലോ മന്ത്രിയോ അല്ലെങ്കിൽ ഒരു സ്വകാര്യ അംഗമോ അവതരിപ്പിക്കുന്നു. 2-ാം വായനയിൽ എന്താ നടക്കുന്നത്? ഈ ഘട്ടത്തിൽ ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുകയോ സഭയിൽ തന്നെ ചർച്ച ചെയ്യുകയോ ചെയ്യുന്നു. കമ്മിറ്റി ഘട്ടം എന്നും ഇത് അറിയപ്പെടുന്നു. മാറ്റങ്ങളോ ഭേദഗതികളോ ഈ ഘട്ടത്തിൽ സ്വീകരിക്കാം. അപ്പൊ ഇവിടുന്ന് 2 ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ഒന്ന്, ഏറ്റവും കൂടുതൽ മാറ്റങ്ങളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഏത് വായനയിലാണ്? 2024 ഒരു പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. പിന്നെ അതേപോലെ ഈ ഒരു കമ്മിറ്റി ഘട്ടം ഉള്ളത് ഏത് വായനയിലാണെന്നും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ അത് 2 ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ ഈ ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട് 2024 PSC ചോദിച്ച കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ 2023 ചോദിച്ചതും 2022 ചോദിച്ചത്, ഈ 3 വർഷങ്ങളിലെ കംപ്ലീറ്റ് ഭരണഘടനയുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലാസ് നിങ്ങൾക്ക് ചാനൽ നോക്കിക്കഴിഞ്ഞാൽ അതിന്റെ വീഡിയോസ് കാണാം കേട്ടോ. അപ്പൊ അതൊന്ന് കാണുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കുറേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റിംഗ് ആയിട്ട് വരുന്നുണ്ട് എന്നുള്ള കാര്യം. അപ്പൊ സോ 2-ാം വായനയിൽ എന്താണ്? ബില്ല് കമ്മിറ്റിയുടെ പരിഗണനയ്ക്ക് അയക്കുന്നു. അതേപോലെ തന്നെ സഭയിൽ ചർച്ച ചെയ്യുകയോ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വരുത്തുന്നുണ്ടെങ്കിൽ ഈ ഘട്ടത്തിൽ അത് പറയാവുന്നതാണ്. കമ്മിറ്റി ഘട്ടം എന്നാണ് ഈ ഒരു 2-ാം വായന അറിയപ്പെടുന്നത്. 3-ാം വായനയിലാണ് ബില്ല് സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ 3-ാം വായനയിലാണ് ബില്ല് സഭ അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നത്. ഇനി ബില്ല് ആദ്യം അവതരിപ്പിച്ച സഭയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ ഇതേ പ്രക്രിയ 2-ാമത്തെ സഭയിലും ആവർത്തിക്കപ്പെടുന്നു. ഇരു സഭകളും അംഗീകരിക്കുന്ന പക്ഷം ബില്ല് രാഷ്ട്രപതിയുടെ അംഗീകാരത്തിനായി സമർപ്പിക്കപ്പെടുന്നു. രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിക്കുന്നതോടുകൂടി ബില്ല് നിയമമായി മാറും. അപ്പോൾ ഇപ്പോൾ ഒരു ബില്ല് വരുന്നു, ഇപ്പോൾ മണി ബില്ല് അല്ലാത്തൊരു ബില്ല് വരുന്നു, അത് ആദ്യം നമുക്ക് വേണമെങ്കിൽ രാജ്യസഭയിൽ അവതരിപ്പിക്കാം, അല്ലെങ്കിൽ ലോക്സഭയിൽ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ രാജ്യസഭ എന്ന് പറയാം. അപ്പോൾ രാജ്യസഭയിൽ 1-ാം വായന നടക്കുന്നു, 2-ാം വായന നടക്കുന്നു, 3-ാം വായന നടക്കുന്നു, പിന്നെ അത് ലോക്സഭയിലേക്ക് കൊടുക്കുന്നു. അവിടെയും 1-ാം വായന, 2-ാം വായന, 3-ാം വായന. അതിനുശേഷം എന്ത് ചെയ്യുന്നു? പ്രസിഡന്റ് അത് സൈൻ ചെയ്യുന്നു. അങ്ങനെയാണ് ഒരു ബില്ല് എന്തായി മാറുന്നത്? ഒരു ബില്ല് നിയമമായി മാറുന്നത്. ഇനി പ്രസിഡന്റ് സൈൻ ചെയ്യാതെ അല്ലെങ്കിൽ മറ്റ് സഭകൾക്ക് ഇതിൽ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടെങ്കിൽ എന്താണ്, ഇത് സൈൻ ചെയ്യാതെ എന്താവില്ല, നിയമമായി മാറില്ല. അതായത് രാജ്യസഭയുടെയും ലോക്സഭയുടെയും അംഗീകാരം ലഭിക്കുകയും പ്രസിഡന്റ് സൈൻ ചെയ്യുകയും വേണം. എന്നാൽ മണി ബില്ല് വരുമ്പോഴത്തേക്കും ചില വ്യത്യാസങ്ങളുണ്ട് കേട്ടോ. അത് നമ്മൾ ആ NCERT കൃത്യമായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ ആ ഒരു ക്ലാസ്സും കൂടി ഒന്ന് കാണുക. അടുത്തത് ഭരണഘടനാ ഭേദഗതിയെ പറ്റിയാണ് കേട്ടോ. 61-ാം ഭരണഘടനാ ഭേദഗതിക്ക് അംഗീകാരം. 18 വയസ്സ് പൂർത്തിയായാൽ ഇനി തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാം. കണ്ടോ, ഇവിടെ കുറച്ച് പത്രവാർത്തകൾ തന്നിട്ടുണ്ട്, നമുക്കത് പഠിക്കാനുള്ളതാണ്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്കുക. ആദ്യം പറയുന്നത് എന്താണ്? 61-ാം ഭരണഘടനാ ഭേദഗതിയെ പറ്റിയാണ്. അതായത് 18 വയസ്സ് പൂർത്തിയായാൽ തിരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാന്ന് പറഞ്ഞത്. അതായത് സോ വോട്ടിംഗ് പ്രായം 18 വയസ്സ് ആക്കിയ ഭരണഘടനാ ഭേദഗതി ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? അത് 66-ാം ഭരണഘടനാ ഭേദഗതിയാണ്.
ഇനി അടുത്തത് 86-ാം ഭരണഘടനാ ഭേദഗതിയുണ്ട്. അതായത് നമ്മൾ പലതവണ ക്വസ്റ്റ്യൻസ് അല്ലേ നമ്മുടെ ആ ഒരു PYQ നിങ്ങൾ എടുത്തു നോക്കിയാൽ അറിയാം 2024, 23, 22 3 വർഷത്തെയും കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ എല്ലാത്തിലും ഒരു മസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഈ 86-ാം ഭരണഘടനാ ഭേദഗതിയും വിദ്യാഭ്യാസം ഇങ്ങനെ മൗലിക അവകാശം ആക്കിയത്. അതായത് 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യമായിട്ടുള്ള വിദ്യാഭ്യാസം നൽകണമെന്ന് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 21A. അത് എപ്പോഴും ചോദിക്കാറുള്ളതാണ് കേട്ടോ. അപ്പോൾ 86-ാം ഭരണഘടനാ ഭേദഗതിയാണ് എന്ന് ഓർത്തു വെച്ചേക്കുക, വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിയത്. പിന്നെ 101-ാം ഭരണഘടനാ ഭേദഗതി ഇപ്പോൾ നടക്കുന്ന പരീക്ഷകളിൽ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുള്ളതാണ്. 101-ാം ഭേദഗതി പ്രകാരമാണ് GST അല്ലെ, ചരക്ക് സേവന നികുതി GST നിലവിൽ വരുന്നത്. അപ്പോൾ അത്രയും പഠിച്ചു വെച്ചേക്കുക കേട്ടോ. ഇനി ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ വരുത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. അപ്പൊ എന്താണ്? ഭരണഘടനയിൽ തിരുത്തലുകളോ ഒഴിവാക്കലുകളോ കൂട്ടിച്ചേർക്കലുകളോ നടത്തുന്നതിനെയാണ് ഭരണഘടനാ ഭേദഗതി എന്ന് പറയുന്നത്. സാമൂഹ്യ രാഷ്ട്രീയ ആവശ്യങ്ങളെ പരിഗണിച്ച് കാലാനുസൃതമായി ഭരണഘടനയിൽ മാറ്റം വരുത്തുവാൻ ഭേദഗതി പ്രക്രിയ സഹായകമാകുന്നു. ഇന്ത്യയിൽ ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിൽ മാത്രമാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. സോ പാർലമെന്റ് മാത്രമേ ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരമുള്ളൂ. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കണേ. ഇനി ഭരണഘടനയുടെ അനുച്ഛേദം 368 ഭരണഘടനയുടെ അനുച്ഛേദം 368 പ്രകാരമാണ് പാർലമെന്റിന് ഭേദഗതിക്കുള്ള അധികാരം ലഭിക്കുന്നത്. സോ പാർലമെന്റിന് ഭരണഘടന ഭേദഗതി ചെയ്യാം എന്നുള്ള അധികാരം കൊടുക്കുന്നത്, അല്ലെങ്കിൽ അത് ഏത് ആർട്ടിക്കിളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആർട്ടിക്കിൾ 368 ആണ്. ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. അപ്പൊ അതൊക്കെ സ്റ്റേറ്റ്മെന്റിൽ വരാൻ ഓർത്തു വെച്ചോണേ. ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ മുൻകൂർ അനുമതി ആവശ്യമില്ല. ഭരണഘടനാ ഭേദഗതി ബിൽ നിയമമാകണമെങ്കിൽ ഇരുസഭയുടെയും അംഗീകാരം അനിവാര്യമാണ്. ഇരു സഭകൾക്കുമിടയിൽ ഭരണഘടനാ ഭേദഗതി ബില്ലിന്മേലുള്ള തർക്കങ്ങൾ പരിഹരിക്കാനായി സംയുക്ത സമ്മേളനം പോലുള്ള നടപടിക്രമം ഇല്ല. ഏതെങ്കിലും ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കാൻ ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്. അപ്പൊ ആ സെന്റൻസുകൾ ഒന്ന് ശ്രദ്ധിച്ചു വെച്ചേക്കണേ. ഒന്നാമത്തെ കാര്യം എന്താണ്? സംയുക്ത സമ്മേളനം ഭരണഘടനാ ഭേദഗതി ബില്ലിൽ നടക്കില്ല. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പം ഏതെങ്കിലും ഒരു സഭയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഭയിൽ ഒരു വിഷയത്തിന്മേൽ എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ എന്താണ്, ഒരു സംയുക്ത സമ്മേളനം പ്രസിഡന്റിന് വിളിച്ചു ചേർക്കാമെന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഭരണഘടനാ ഭേദഗതി ബില്ലിൽ അങ്ങനത്തെ തർക്കങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു സംയുക്ത സമ്മേളനം നടത്താറില്ല. എന്നാൽ ഒരു ഭരണഘടനാ ഭേദഗതി നിയമം ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് കണ്ടാൽ ആ നിയമത്തെ അസാധുവാക്കുവാൻ ആർക്ക് അധികാരമുണ്ട്? ജുഡീഷ്യറിക്ക് അധികാരമുണ്ട്. ഓക്കെ അല്ലേ പറയുന്നത്? ഇനി ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന വിവിധ ഭേദഗതി രീതികൾ പരിചയപ്പെടാം. അപ്പൊ ഇത് നോക്കൂ, ഇതൊക്കെ പഴയ പുസ്തകത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഭേദഗതി രീതികൾ, ഒന്ന് അയവുള്ള ഭേദഗതിയുണ്ട്, ദൃഢമായിട്ടുള്ള ഭേദഗതിയുണ്ട്, അതിദൃഢമായിട്ടുള്ള ഭേദഗതിയുണ്ട്. അപ്പൊ നോക്കുക, ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെന്റിന് കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ്. ഉദാഹരണം സംസ്ഥാനങ്ങളുടെ പേര്, അതിരുകൾ, പൗരത്വം തുടങ്ങിയ. അപ്പൊ അയവുള്ള ഭേദഗതി എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ശ്രദ്ധിക്കണേ. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകൾ പാർലമെന്റിന് കേവല ഭൂരിപക്ഷത്തിലൂടെ, അതാണ് അവിടെ നോക്കിവെക്കേണ്ടത്. എന്താണ്? കേവല ഭൂരിപക്ഷത്തിലൂടെ സാധാരണ നിയമനിർമ്മാണത്തിന് സമാനമായ നടപടിക്രമങ്ങൾ വഴി ഭേദഗതി ചെയ്യാവുന്നതാണ്. ഉദാഹരണം പറയുവാണെങ്കിൽ എന്താണ്? സംസ്ഥാനങ്ങളുടെ പേരുമാറ്റൽ, അതേപോലെ അതിരുകൾ, പൗരത്വം തുടങ്ങിയതൊക്കെ അയവുള്ള ഭേദഗതിയിലൂടെ നടത്താവുന്നതാണ്. അടുത്തതാണ് ദൃഢമായിട്ടുള്ള ഭേദഗതി. ചില പ്രധാനപ്പെട്ട വകുപ്പുകളിൽ ഭേദഗതി വരുത്തുവാൻ പാർലമെന്റിന്റെ ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. മറ്റേത് ഏതായിരുന്നു? കേവല ഭൂരിപക്ഷമായിരുന്നു അയവുള്ള ഭേദഗതിക്ക്, അല്ലെ? എന്നാൽ ദൃഢമായ ഭേദഗതിക്ക് എന്താണ്? പ്രത്യേക ഭൂരിപക്ഷം, രണ്ട് സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമാണ്. ഏതൊക്കെയാണ് അതിൽ വരുന്നത്? മൗലിക അവകാശങ്ങൾ, മാർഗനിർദ്ദേശ തത്വങ്ങളൊക്കെ എന്താണ്? ദൃഢമായ ഭേദഗതിയിലൂടെ മാത്രമാണ് മാറ്റം ചെയ്യാൻ പറ്റുന്നത്. അടുത്തതാണ് അതിദൃഢമായിട്ടുള്ള ഭേദഗതി. ചില അതിപ്രധാനമായ വകുപ്പുകൾ പാർലമെന്റിന്റെ ഇരു സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം പകുതിയിൽ കുറയാത്ത നോട്ട് ചെയ്യണേ, പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരത്തോടു കൂടി മാത്രമേ ഭേദഗതി ചെയ്യാൻ കഴിയുകയുള്ളൂ. ഉദാഹരണം പറയുവാണെങ്കിൽ കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനം, ജനപ്രാതിനിധ്യ നിയമം. ഓക്കെ, അപ്പൊ അതിദൃഢമായ ഭേദഗതി എന്ന് പറഞ്ഞാൽ എന്താണ്? ചില അതിപ്രധാനമായിട്ടുള്ള വകുപ്പുകൾ പാർലമെന്റിന്റെ ഇരു സഭ
സഭകളുടെയും പ്രത്യേക ഭൂരിപക്ഷത്തോടൊപ്പം എന്തുകൂടെ വേണം? പകുതിയിൽ കുറയാത്ത സംസ്ഥാനങ്ങളുടെ അംഗീകാരം. ഓക്കെ, ഇപ്പം 10 സംസ്ഥാനം ഉള്ളെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു എന്താണ് 5 സംസ്ഥാനമെങ്കിലും ഇത് അംഗീകരിച്ചിരിക്കണം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ളതാണ് അതിദൃഢമായ ഭേദഗതി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഉദാഹരണം പറയുവാണെങ്കിൽ കേന്ദ്ര സംസ്ഥാന അധികാര വിഭജനവും ജനപ്രാതിനിധ്യ നിയമവും ഒക്കെ എന്താണ്? അതിദൃഢമായ ഭേദഗതിയിലൂടെ മാത്രമാണ് മാറ്റം വരുത്താൻ സാധിക്കുന്നത്. ഇനി അടുത്തതാണ് കാര്യനിർവഹണ വിഭാഗം. കാര്യനിർവഹണ വിഭാഗമാണ് എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് അല്ലെ. നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണനിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെന്റിന്റെ വിഭാഗമാണ് കാര്യനിർവഹണ വിഭാഗം. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, എന്താണ്? നിയമങ്ങളുടെയും നയങ്ങളുടെയും നടപ്പിലാക്കൽ, ഭരണ നിർവഹണം എന്നീ ചുമതലകൾ നിർവഹിക്കുന്ന ഗവൺമെന്റിന്റെ ഘടകം ഏത്? ഏതാണ്? അല്ലെ ഗവൺമെന്റിന്റെ വിഭാഗം ഏത്? ഏതാണ്? കാര്യനിർവഹണ വിഭാഗമാണ്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, തലവനായ മന്ത്രിസഭ എന്നിവ ഉൾപ്പെടുന്നതാണ് കാര്യനിർവഹണ വിഭാഗം. ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. അതായത് രാഷ്ട്രപതി ഉണ്ട്, ഉപരാഷ്ട്രപതി ഉണ്ട്, പ്രധാനമന്ത്രി തലവനായിട്ടുള്ള മന്ത്രിസഭ ഇവ ഉൾപ്പെടുന്നതാണ് കാര്യനിർവഹണ വിഭാഗം. ഇന്ത്യൻ ഭരണഘടന പ്രകാരം കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരങ്ങൾ രാഷ്ട്രപതിയിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്. അത് നിർവഹിക്കപ്പെടുന്നത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ഭരണഘടന അനുസരിച്ച് കാര്യനിർവഹണ വിഭാഗത്തിന്റെ അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. എന്നാൽ ഇത് നിർവഹിക്കപ്പെടുന്നത് എന്താണ്? പ്രധാനമന്ത്രി തലവനായിട്ടുള്ള അല്ലെങ്കിൽ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയിലൂടെയാണ്. ഓക്കെ, അപ്പൊ നോക്കുക, കാര്യനിർവഹണ വിഭാഗം ഇതില് രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് ഉണ്ട്, അതേപോലെ സ്ഥിരം എക്സിക്യൂട്ടീവ് ഉണ്ട്. രാഷ്ട്രീയ എക്സിക്യൂട്ടീവിൽ വരുന്നതാണ് രാഷ്ട്രപതി, പ്രധാനമന്ത്രി, മന്ത്രിമാര്. അപ്പൊ രാഷ്ട്രീയ എക്സിക്യൂട്ടീവിൽ വരുന്നത് ആരൊക്കെയാണ്? രാഷ്ട്രപതി, പ്രസിഡന്റ് ഉണ്ട്, വൈസ് പ്രസിഡന്റ് ഉണ്ട്, അതേപോലെ തന്നെ എന്താണ്? മിനിസ്റ്റേഴ്സ് ഉണ്ട്. ഇവരൊക്കെ എന്താണ്? രാഷ്ട്രീയ എക്സിക്യൂട്ടീവിലാണ് വരുന്നത്. PVM പ്രധാനമന്ത്രി, അതായത് രാഷ്ട്രപതി, പ്രസിഡന്റ്, അതേപോലെ തന്നെ വൈസ് പ്രസിഡന്റ്, പിന്നെയോ മന്ത്രിമാർ അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സ്. അപ്പൊ PVM എന്ന് പറഞ്ഞാൽ എന്താണ്? രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് ആണ്. ഇനി സ്ഥിരം എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ ആരാ? നമുക്കറിയാം, അവിടെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദം അല്ലെ. അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസിലൊക്കെയുള്ള ഉദ്യോഗസ്ഥ വൃന്ദമാണ് കാര്യനിർവഹണ വിഭാഗത്തിലെ സ്ഥിരം എക്സിക്യൂട്ടീവ്. ഇനി ഈ രാഷ്ട്രീയ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത് തന്നെ രണ്ട് രീതിയിൽ നമുക്ക് പറയാം. നാമമാത്രം എക്സിക്യൂട്ടീവ്, അതേപോലെ യഥാർത്ഥ എക്സിക്യൂട്ടീവ്. അതിലെ നാമമാത്ര എക്സിക്യൂട്ടീവ് ആണ് ആര്? രാഷ്ട്രപതി. പ്രധാനമന്ത്രിയും മന്ത്രിസഭയും എന്താണ്? യഥാർത്ഥ എക്സിക്യൂട്ടീവ് ആണ്. പ്രധാനമന്ത്രിയും മന്ത്രിസഭയുമാണ് എന്ത്? യഥാർത്ഥ എക്സിക്യൂട്ടീവ്. സോ കാര്യനിർവഹണ വിഭാഗത്തിന്റെ ആ ഒരു ക്ലാസിഫിക്കേഷൻ ഒന്ന് പഠിച്ചിരിക്കുക. ഇതൊന്നും പഴയ പുസ്തകത്തിൽ ഉള്ളതല്ല കേട്ടോ. ഇനി അടുത്തത് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം, പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിനെ പറ്റി പറയുവാണേ. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, സർക്കാരിന് നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രി, മന്ത്രിമാർ എന്നിവരടങ്ങുന്നതാണ് രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം. ഭരണഘടനാപരമായി രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ. സോ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ്? രാഷ്ട്രപതിയാണ്. എന്നാൽ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് വേണം രാഷ്ട്രപതി പ്രവർത്തിക്കേണ്ടത്. അതേസമയം രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന സാഹചര്യങ്ങളുമുണ്ട്. സോ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ പൊളിറ്റിക്കൽ എക്സിക്യൂട്ടീവിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ? രാഷ്ട്രപതിയുണ്ട്, ഉപരാഷ്ട്രപതിയുണ്ട്, പ്രധാനമന്ത്രിയുണ്ട്, മന്ത്രിമാരുണ്ട്. എന്നാൽ ഭരണഘടനാപരമായി നോക്കുമ്പോൾ രാഷ്ട്രപതിയാണ് കാര്യനിർവഹണ വിഭാഗത്തിന്റെ എക്സിക്യൂട്ടീവിന്റെ തലവൻ. പക്ഷെയോ പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭയും നൽകുന്ന ഉപദേശങ്ങൾ അനുസരിച്ച് മാത്രമേ രാഷ്ട്രപതിക്ക് പ്രവർത്തിക്കാനാവുള്ളൂ. എന്നാൽ എന്താണ്? രാഷ്ട്രപതിക്ക് സ്വന്തം വിവേചനാധികാരം ഉപയോഗിച്ച് പ്രവർത്തിക്കാവുന്ന സാഹചര്യങ്ങളും ഉണ്ട്. അടുത്തത് രാഷ്ട്രപതി അല്ലെങ്കിൽ നമ്മുടെ പ്രസിഡന്റിനെ പറ്റി പറയുവാണേ. ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവനാണ് രാഷ്ട്രപതി. നമ്മുടെ ആദ്യ രാഷ്ട്രപതി അല്ലെങ്കിൽ നമ്മുടെ പ്രഥമ രാഷ്ട്രപതി ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രി ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിലെ കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ്? രാഷ്ട്രപതിയാണ്. 35 വയസ്സ്, എത്രയാണ്? 35 വയസ്സ് പൂർത്തിയായ ഇന്ത്യൻ പൗരർക്ക് രാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരിക്കാൻ യോഗ്യതയുണ്ട്. പാർലമെന്റിന്റെ ഇരു സഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട
അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയാണ്? പാർലമെന്റിന്റെ ഇരുസഭകളിലെയും, അതായത് രാജ്യസഭയിലെയും ലോക്സഭയിലെയും അതേപോലെ തന്നെ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. അത് നോട്ട് ചെയ്യണേ, തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് മാത്രമേ ഇതിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റുള്ളൂ. നാമനിർദ്ദേശം ചെയ്തവർക്ക് പറ്റില്ല. നമ്മൾ പറഞ്ഞല്ലേ, രാജ്യസഭയിലേക്ക് നമ്മുടെ പ്രസിഡന്റിന് 12 പേരെ നാമനിർദ്ദേശം ചെയ്യാം കേട്ടോ. പക്ഷെ പ്രസിഡന്റിന്റെ തിരഞ്ഞെടുപ്പിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലേ പറഞ്ഞത്? അപ്പൊ നോക്കോളുക, പാർലമെന്റിന്റെ ഇരുസഭകളിലെയും സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഇലക്ട്രൽ കോളേജാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. 5 വർഷമാണ് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക കാലാവധി. എത്ര വർഷമാണ്? 5 വർഷമാണ്. 35 വയസ്സുമാണ്. ആ 5ഉം ഇവിടുന്ന് കണക്ട് ചെയ്ത് ഓർത്തേക്കുക കേട്ടോ. പാർലമെന്റ് വിളിച്ചു ചേർക്കുക, ലോകസഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കുക, സംസ്ഥാന ഗവർണർമാരെ നിയമിക്കുക, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കുക തുടങ്ങിയവയാണ് രാഷ്ട്രപതിയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ. രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ഉപരാഷ്ട്രപതിക്കാണ്. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ഉപരാഷ്ട്രപതിയാണ് ഈ ചുമതലകൾ നിർവഹിക്കുക. അപ്പോൾ ഇത് രാഷ്ട്രപതിയെ പറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. കാരണം ഈ നടന്ന പരീക്ഷകളിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഇവിടെ നിന്നാണ്. അപ്പോൾ ഞാൻ ഇതൊന്നുകൂടെ പറയാൻ പോവാണ്. നിങ്ങൾ കൃത്യമായിട്ട് ഈ ക്ലാസ്സിൽ വെച്ച് തന്നെ പഠിച്ചു പോയേക്കുക കേട്ടോ. അതായത് നമുക്കിവിടെ പ്രധാനമായിട്ടും പറയേണ്ടത് എന്താണ്? കാര്യനിർവഹണ വിഭാഗത്തിന്റെ തലവൻ ആരാണ്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി ആവണമെങ്കിൽ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം? 35 വയസ്സ് പൂർത്തിയായിരിക്കണം. ആർക്കാണ് രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കാനുള്ള അധികാരമുള്ളത്? ആർക്കൊക്കെയാണ്? പാർലമെന്റിലെ ഇരുസഭകളിലെയും അതേപോലെ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്കാണ്. അങ്ങനെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കപ്പെടുന്ന ആ ഒരു ഇതിനെയാണ് ഇലക്ട്രൽ കോളേജ് എന്ന് വിളിക്കുന്നത്. പിന്നെ എന്തൊക്കെയാണ് രാഷ്ട്രപതിയുടെ ഫങ്ഷൻസ്? അതിനു മുമ്പ് എത്ര വർഷമാണ് ആ ഒരു കാലാവധി? 5 വർഷമാണ്. ഇനി എന്തൊക്കെയാണ് രാഷ്ട്രപതിയുടെ പ്രധാനപ്പെട്ട ചുമതലകൾ? നോക്കുക, പാർലമെന്റ് വിളിച്ചു ചേർക്കുക. ഒന്നാമത്തെ എന്താണ്? പാർലമെന്റ് വിളിച്ചു ചേർക്കുക. പിന്നെയോ ലോകസഭ പിരിച്ചുവിടുക, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കുക. അപ്പൊ പാർലമെന്റ് വിളിച്ചു ചേർക്കുക, ലോക്സഭ പിരിച്ചുവിടാൻ പറ്റും, പ്രധാനമന്ത്രിയെയും മന്ത്രിസഭയെയും നിയമിക്കാൻ പറ്റും. പിന്നെയോ സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെ നിയമിക്കാൻ സാധിക്കും. പിന്നെ സംസ്ഥാന ഗവർണർമാരെ നിയമിക്കാൻ പറ്റും. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക, പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപനായി പ്രവർത്തിക്കുക. അപ്പൊ ഇങ്ങനെ ചോദിക്കാം, പ്രതിരോധ സേനകളുടെ സർവ്വസൈന്യാധിപൻ ആരാണ്? രാഷ്ട്രപതിയാണ് കേട്ടോ. ഇനി ഇതൊക്കെയാണ് എന്ത്? രാഷ്ട്രപതിയുടെ ചുമതലകൾ. രാഷ്ട്രപതി രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്? ഉപരാഷ്ട്രപതിക്കാണ്. ഇനി രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ആരാണ് ഈ ചുമതലകൾ നിർവഹിക്കുന്നത്? ഉപരാഷ്ട്രപതിയാണ്. ഓക്കെ അല്ലേ പറഞ്ഞ കാര്യങ്ങൾ? അടുത്ത പ്രധാനമന്ത്രി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്ററിനെ പറ്റി പറയാം. രാജ്യത്തെ ഭരണത്തലവനായ പ്രധാനമന്ത്രി ലോകസഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിന്റെയും നേതാവാണ്. ഇമ്പോർട്ടന്റ് ആണ്, ആ പോയിന്റ് ശ്രദ്ധിച്ചോണേ. രാജ്യത്തിന്റെ ഭരണത്തലവനായ പ്രധാനമന്ത്രി ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിന്റെയും നേതാവാണ്. ഇനി മന്ത്രിസഭ രൂപീകരിക്കുന്നതും മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും പ്രധാനമന്ത്രിയാണ്. സോ മന്ത്രിസഭ രൂപീകരിക്കുന്നതും അതേപോലെ തന്നെ മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നതും ആരാണ്? പ്രധാനമന്ത്രിയാണ്. ഇനി മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്തുവാനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്തുവാനും ഒഴിവാക്കാനുമുള്ള അധികാരം പ്രധാനമന്ത്രിക്കുണ്ട്. രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പ്രധാനമന്ത്രി പ്രവർത്തിക്കുന്നു. 5 വർഷ കാലാവധിക്ക് മുമ്പായി ലോക്സഭയിലെ ഭൂരിപക്ഷം നഷ്ടമായാൽ പ്രധാനമന്ത്രി രാഷ്ട്രപതിക്ക് രാജി സമർപ്പിച്ച് പദവി ഒഴിയേണ്ടതാണ്. അപ്പൊ എല്ലാം വളരെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നുകൂടെ നോക്കുക. അതായത് പ്രധാനമന്ത്രി എന്താണ്? ലോക്സഭയിൽ ഭൂരിപക്ഷമുള്ള പാർട്ടിയുടെയും മുന്നണിയുടെയും രാജ്യത്തിന്റെയും നേതാവാണ്. പിന്നെ മന്ത്രിസഭ രൂപീകരിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. മന്ത്രിസഭയിലെയും ക്യാബിനറ്റിലെയും അംഗങ്ങളെ നിശ്ചയിക്കുന്നത് പ്രധാനമന്ത്രിയാണ്. മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്താനും, ശ്രദ്ധിക്കണേ, മന്ത്രിമാരുടെ വകുപ്പുകളിൽ മാറ്റം വരുത്താനും ക്യാബിനറ്റിലേക്കും മന്ത്രിസഭയിലേക്കും അംഗങ്ങളെ ഉൾപ്പെടുത്താനും ഒഴിവാക്കാനുള്ള അധികാരം പ്രസിഡന്റിനല്ല. ആർക്കാണ്? പ്രധാനമന്ത്രി അല്ലെങ്കിൽ നമ്മുടെ പ്രൈം മിനിസ്റ്ററാണ്. ഇനി രാഷ്ട്രപതിയെയും മന്ത്രിസഭയെയും പാർലമെന്റിനെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന കണ്ണി ഏത് എന്ന് ചോദിച്ചാൽ ആരാണ്? പ്രധാനമന്ത്രിയാണ്.
ഇനി 5 വർഷമാണ് കാലാവധി വരുന്നത്. ഈ 5 വർഷ കാലാവധിക്ക് മുമ്പായിട്ട് ലോക്സഭയിലുള്ള ഭൂരിപക്ഷം ഈ ഒരു പ്രൈം മിനിസ്റ്ററിന് നഷ്ടമായാൽ എന്ത് ചെയ്യണം? ഇവര് നേരെ പ്രധാനമന്ത്രിക്ക് രാജി സമർപ്പിച്ച് പദവി ഒഴിയേണ്ടതാണ്. അപ്പൊ ആ പോയിന്റ് കൂടെ ഒന്ന് ഓർത്തു വെച്ചേക്കുക. ഇനി അടുത്തതാണ് മന്ത്രിസഭയുടെ ചുമതലകൾ. ഓക്കെ, അപ്പൊ നോക്കുക, രാജ്യഭരണം നിർവഹിക്കുന്നത് ആരാണ്? മന്ത്രിസഭയാണ്. പിന്നെ ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക. സോ രാജ്യഭരണം നിർവഹിക്കുക, ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക, പിന്നെയോ ബില്ലുകളും ഓർഡിനൻസും ഡ്രാഫ്റ്റ് ചെയ്യുക, ബില്ലുകളും ഓർഡിനൻസുകളും ഡ്രാഫ്റ്റ് ചെയ്യുക, നിയമ നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക, ഭരണപരവും ക്ഷേമപരവുമായ മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക. അപ്പോൾ രാജ്യഭരണം നിർവഹിക്കുക, ദേശീയ നയവും വിദേശ നയവും രൂപീകരിക്കുക, വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുക, ബില്ലുകളും ഓർഡിനൻസും ഡ്രാഫ്റ്റ് ചെയ്യുക, നിയമ നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുക, ഭരണപരവും ക്ഷേമപരവുമായ മറ്റ് നടപടികളും വിദേശ ബന്ധങ്ങളും നിർവഹിക്കുക. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 പോയിന്റ് ആണ്. മന്ത്രിസഭയുടെ ചുമതലകളാണ്, പഠിച്ചു വെക്കുക. അടുത്തത് സ്ഥിര കാര്യനിർവഹണ വിഭാഗം അല്ലെങ്കിൽ പെർമനന്റ് എക്സിക്യൂട്ടീവിനെ പറ്റി പറയുവാണേ. ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ നിറവേറ്റുന്നതും ബഡ്ജറ്റ് ഉൾപ്പെടെയുള്ള ബില്ലുകൾ രൂപീകരിക്കുന്നതിൽ രാഷ്ട്രീയ കാര്യനിർവഹണ വിഭാഗത്തെ സഹായിക്കുന്നതും ബ്യൂറോക്രസി എന്നറിയപ്പെടുന്ന ഉദ്യോഗസ്ഥ വൃന്ദമാണ്. യോഗ്യതയുടെ അടിസ്ഥാനത്തിൽ മത്സര പരീക്ഷകളിലൂടെ തിരഞ്ഞെടുക്കപ്പെടുകയും പരിശീലനം ലഭിക്കുകയും ചെയ്യുന്ന വൈദഗ്ധ്യമുള്ളവരും നിപുണരുമായ വിഭാഗമാണിവർ. നിശ്ചിത റിട്ടയർമെന്റ് പ്രായം വരെ കാലാവധി ഉള്ളവരായകയാൽ ഇവരെ സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നു. അപ്പൊ ഇതിന്റെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കേരളം ഭരണ സംവിധാനവുമായിട്ട് ബന്ധപ്പെട്ട SCRT പാഠഭാഗം ഡിസ്കസ് ചെയ്തപ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. അപ്പോൾ എന്താണ് സ്ഥിര കാര്യനിർവഹണ വിഭാഗത്തിലുള്ളത് ആരാണ്? ഉദ്യോഗസ്ഥ വൃന്ദമാണ് എന്നുള്ളത് ഓർക്കുക. അവർക്ക് എന്താണ് ഒരു 5 വർഷം 10 വർഷമൊന്നും അല്ല കാലാവധി, എന്താണ് ഒരു നിശ്ചിത റിട്ടയർമെന്റ് പ്രായമുണ്ട് അല്ലേ. അപ്പോൾ അതുവരെ ഇവർക്ക് ഇവരുടെ ആ ഒരു ജോലിയിൽ തുടരാനാവുന്നത് കൊണ്ട് തന്നെയാണ് ഇവരെ സ്ഥിര കാര്യനിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നത്. ഇനി അടുത്ത് നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള ഏതാണ്? നീതിന്യായ വിഭാഗം അല്ലെങ്കിൽ ജുഡീഷ്യറിയെ പറ്റി പറയുവാണ്. നോക്കിക്കൊള്ളുക, മുകളിൽ പറഞ്ഞിരിക്കുന്ന നിയമനിർമ്മാണ കാര്യനിർവഹണ വിഭാഗങ്ങൾ ഭരണഘടന അനുസൃതമായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്ന സംവിധാനമാണ് നീതിന്യായ വിഭാഗം. പൗരരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം ഭരണഘടനാ മൂല്യങ്ങളും സംരക്ഷിക്കുന്നു. അതുകൊണ്ട് നീതിന്യായ വിഭാഗം കാവലാൾ എന്ന് അറിയപ്പെടുന്നു. സോ കാവലാൾ എന്നറിയപ്പെടുന്ന വിഭാഗം ഏതാണ്? നീതിന്യായ വിഭാഗമാണ്. കാര്യക്ഷമമായ ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ സംവിധാനം അനിവാര്യമാണ്. അപ്പൊ നോക്കുക, ഇത് നമ്മൾ ഈ ഒരു പിരമിഡ് ആ ഒരു പഴയ പാഠത്തിലും പഠിച്ചിട്ടുണ്ട് അല്ലേ. ഏറ്റവും ടോപ്പിൽ സുപ്രീം കോടതിയാണ്, ദെൻ ഹൈക്കോടതികൾ, ജില്ലാ കോടതികൾ, കീഴ്ക്കോടതികൾ, അവിടെ തന്നെ നമ്മൾ ആ മുൻസിഫ് കോടതികളും മജിസ്ട്രേറ്റ് കോടതികളൊക്കെ കഴിഞ്ഞ ആ ഒരു പഴയ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഓർത്തു വെച്ചേക്കാം. ഇനി സുപ്രീം കോടതിയെ പറ്റി പറയുവാണെങ്കിൽ നമ്മുടെ പരമോന്നത നീതിപീഠമായ സുപ്രീം കോടതി നിലവിൽ വന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ് ആണ്, പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുണ്ട്. 1950 ജാനുവരി 28-നാണ്. സോ എന്നാണ് സുപ്രീം കോടതി നിലവിൽ വന്നത്? 1950 ജാനുവരി 28 എവിടെയാണ് ആസ്ഥാനം? എല്ലാം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി 65 വയസ്സാണ്. എത്ര വയസ്സാണ് കാലാവധി? 65 വയസ്സാണ്. ന്യൂഡൽഹിയാണ് ആസ്ഥാനം എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെയോ ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായി നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെന്റിൽ നിക്ഷിപ്തമാണ്. ചീഫ് ജസ്റ്റിസും മറ്റു ജഡ്ജിമാരും സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്നതും രാഷ്ട്രപതി മുൻപാകെയാണ്. വിവിധ തരത്തിലുള്ള നിയമതർക്കങ്ങൾക്ക് പരിഹാരം നൽകുന്നതോടൊപ്പം സുപ്രീം കോടതി ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാതാവായും മൗലികാവകാശങ്ങളുടെ സംരക്ഷകരായും നിലകൊള്ളുന്നു. അപ്പൊ ഈ മൗലിക അവകാശങ്ങളുടെ സംരക്ഷകൻ ആരാണ് എന്നുള്ള രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയാണ് കേട്ടോ. അപ്പോൾ പഠിച്ചു വെക്കേണ്ട പോയിന്റുകൾ ഒന്നുകൂടെ പറയാം. സുപ്രീം കോടതി ഫോം ചെയ്ത വർഷം എന്നാണ്? 1950 ജനുവരി 28. ഇനി സുപ്രീം കോടതി എവിടെയാണ് ആസ്ഥാനം വരുന്നത്? ന്യൂഡൽഹിയാണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഔദ്യോഗിക കാലാവധി 65 വയസ്സാണ്. ഇനി ജഡ്ജിമാരെ കാലാവധിക്ക് മുമ്പായി നീക്കം ചെയ്യുന്നതിനുള്ള അധികാരം ആർക്കാണുള്ളത്? പാർലമെന്റിനാണുള്ളത്. ചീഫ് ജസ്റ്റിസും അതേപോലെ മറ്റു ജഡ്ജിമാരും ഒക്കെ സത്യപ്രതിജ്ഞ ചെയ്യുന്നതും രാജി സമർപ്പിക്കുന്നതും ആർക്ക് മുമ്പിലാണ്? രാഷ്ട്രപതിക്ക് മുമ്പിലാണ്.
വിവിധ തരത്തിലുള്ള നിയമതർക്കങ്ങൾക്ക് പരിഹാരം നൽകുന്നതിനോടൊപ്പം സുപ്രീം കോടതി എന്ത് ചെയ്യുന്നുണ്ട്? ഭരണഘടനയുടെ പരമോന്നത വ്യാഖ്യാതാവായും മൗലികാവകാശങ്ങളുടെ സംരക്ഷകനായിട്ടും നിലകൊള്ളുന്നുണ്ട്. ഇനി സുപ്രീം കോടതിയുടെ അധികാരങ്ങളെ പറ്റി പറയുവാണ്, വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒന്നാണ് ഉത്ഭവാധികാരം. അതായത് എന്താണ്? സുപ്രീം കോടതികൾക്ക് മാത്രം പരിഹരിക്കാൻ കഴിയുന്ന ചില വിഷയങ്ങളാണ് ഉത്ഭവാധികാരങ്ങളുടെ പരിധിയിൽ വരുന്നത്. ഉദാഹരണം പറയുവാണെങ്കിൽ കേന്ദ്ര സംസ്ഥാന തർക്കങ്ങൾ. ഇത് പരിഹരിക്കാൻ ആർക്ക് മാത്രമേ അധികാരമുള്ളൂ? നമ്മുടെ സുപ്രീം കോടതിക്ക് മാത്രമാണ് അധികാരമുള്ളത്. അടുത്തതാണ് അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരം. സുപ്രീം കോടതി ഏറ്റവും ഉയർന്ന അപ്പീൽ കോടതിയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ ഏതൊരു കീഴ്ക്കോടതിയുടെയും വിധിയിന്മേൽ വരുന്ന അപ്പീലുകൾ സ്വീകരിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കുണ്ട്. അടുത്തതാണ് ഉപദേശക അധികാരം. അതായത് രാഷ്ട്രപതി ആവശ്യപ്പെടുന്ന ഏതൊരു വിഷയത്തെ സംബന്ധിച്ചും നിയമോപദേശം നൽകുവാൻ സുപ്രീം കോടതിക്ക് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട്. പിന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് റിട്ട് അധികാരം. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെടുമ്പോൾ അവയുടെ സംരക്ഷണാർത്ഥം റിട്ടുകളുടെ രൂപത്തിൽ പ്രത്യേക ഉത്തരവുകൾ പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്ക് അധികാരമുണ്ട്. എത്ര റിട്ടുണ്ട്? 5 റിട്ടാണേ. അടുത്തത് പുനരവലോകന അധികാരം. ഭരണഘടനയുടെ സംരക്ഷകർ എന്ന ചുമതല നിർവഹിക്കുന്നതിൽ നീതിന്യായ വിഭാഗത്തിന് ഏറ്റവും കരുത്തായി നിൽക്കുന്നത് അതിന്റെ നീതിന്യായ പുനരവലോകന അധികാരമാണ്. അപ്പൊ അതിനെപ്പറ്റി ചെറിയൊരു കാര്യം, ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റി ഇവിടെ പറയുന്നുണ്ടെന്ന് നോക്കിക്കൊള്ളുക. പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങളുടെയും കാര്യനിർവഹണ വിഭാഗം പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളുടെയും ഭരണഘടനാ സാധുത പരിശോധിക്കുവാനും അവ ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണെന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടനാ വിരുദ്ധമെന്ന് പ്രഖ്യാപിക്കാനുമുള്ള സുപ്രീം കോടതിയുടെ പ്രത്യേക അധികാരമാണ് നീതിന്യായ പുനരവലോകന അധികാരം. അപ്പൊ ഇതിനെപ്പറ്റി ഈ പാഠത്തിൽ തന്നെ നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞായിരുന്നു അല്ലെ. അതായത് ഭരണഘടനാ ഭേദഗതി ബില്ലുകൾ രാജ്യസഭയിൽ അല്ലെങ്കിൽ ലോകസഭയിൽ ഏതെങ്കിലും സഭയ്ക്ക് അതിലൊരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും എന്താണ് ഈ ഭേദഗതി എന്താണ് നമുക്ക് ഈ ഭേദഗതി ബില്ലുമായിട്ട് മുന്നോട്ട് പോകാം. പക്ഷേ എന്താണ് ഭരണഘടനയുടെ വാക്കുകൾക്കോ അർത്ഥത്തിനോ വിരുദ്ധമാണ് അത് എന്ന് ബോധ്യമായാൽ അവയെ ഭരണഘടനാ വിരുദ്ധം എന്ന് പ്രഖ്യാപിക്കാനുള്ള അധികാരമുള്ളത് സുപ്രീം കോടതിക്കാണ്. അപ്പൊ ഇത്തരത്തിലുള്ള സുപ്രീം കോടതിയുടെ ഈ ഒരു പ്രത്യേക അധികാരത്തിനെയാണ് നീതിന്യായ പുനരവലോകനം അഥവാ ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോ സുപ്രീം കോടതിയുടെ ഈ ഒരു അധികാരങ്ങളെ പറ്റി ഒന്നുകൂടെ ഒന്ന് പഠിക്കാം. ഉത്ഭവാധികാരമുണ്ട്, അതേപോലെ തന്നെ എന്താണ് അപ്പീൽ പരിഗണിക്കാനുള്ള അധികാരമുണ്ട്, ഉപദേശക അധികാരമുണ്ട്, റിട്ട് അധികാരമുണ്ട്, പുനരവലോകന അധികാരമുണ്ട്. ഇനി അടുത്ത് നോക്കിക്കേ, പരസ്പര നിയന്ത്രണവും അധികാര സന്തുലനവും. ഭരണഘടനാപരമായി ഗവൺമെന്റിന്റെ അധികാരങ്ങൾ നിയമനിർമ്മാണം, കാര്യനിർവഹണം, നീതിന്യായം എന്നീ 3 വിഭാഗങ്ങൾക്കായി വിഭജിച്ചു നൽകിയിരിക്കുന്നു. എന്നിരുന്നാലും ഇവയ്ക്കിടയിൽ യുക്തിസഹതമായ ഒരു പരസ്പര നിയന്ത്രണവും ഏകോപനവും അധികാര പ്രയോഗത്തിലെ സന്തുലനവും സാധ്യമാക്കുവാൻ നമ്മുടെ ഭരണഘടന ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ചുവടെ കൊടുത്തിരിക്കുന്ന ഡയഗ്രാം നിരീക്ഷിക്കുക. നോക്കിക്കേ, ബഡ്ജറ്റ് പരിഗണിക്കൽ, ചോദ്യോത്തരവേള തുടങ്ങിയ മാർഗങ്ങളിലൂടെ എക്സിക്യൂട്ടീവിനെയും ഇംപീച്ച്മെന്റ് പോലുള്ളവയിലൂടെ ജുഡീഷ്യറിയെയും നിയന്ത്രിക്കുവാൻ പാർലമെന്റിന് കഴിയും. അപ്പോൾ ബഡ്ജറ്റ് പരിഗണിക്കൽ, ചോദ്യോത്തരവേള, ഇതിലൂടെ എന്താണ് എക്സിക്യൂട്ടീവിനെയും ഇംപീച്ച്മെന്റ് പോലുള്ള നടപടികളിലൂടെ ജുഡീഷ്യറിയെയും നിയന്ത്രിക്കാൻ ആർക്ക് കഴിയും? പാർലമെന്റിന് കഴിയും. ഇനി ബില്ലുകൾക്ക് അംഗീകാരം നൽകൽ, ദയാഹർജി പരിഗണിക്കൽ, ജഡ്ജിമാരുടെ നിയമനം, സ്ഥലം മാറ്റം എന്നിവ പോലുള്ളവയിലൂടെ എക്സിക്യൂട്ടീവിന് പാർലമെന്റിനെയും ജുഡീഷ്യറിയെയും ക്രിയാത്മകമായി നിയന്ത്രിക്കാവുന്നതാണ്. കണ്ടോ? അപ്പൊ ബില്ലുകൾക്ക് അംഗീകാരം നൽകുക, അതേപോലെ ദയാഹർജി പരിഗണിക്കൽ, ജഡ്ജിമാരുടെ നിയമനം, സ്ഥലം മാറ്റം എന്നിവയിലൂടെ എക്സിക്യൂട്ടീവിന് പാർലമെന്റിനെ എന്ത് പറ്റും? നിയന്ത്രിക്കാൻ പറ്റും. പിന്നെയോ നീതിന്യായ പുനരവലോകന അധികാരത്തിലൂടെ ജുഡീഷ്യറിക്ക് പാർലമെന്റിനെയും എക്സിക്യൂട്ടീവിനെയും നിയന്ത്രിക്കാൻ പറ്റും. കണ്ടോ? അപ്പൊ തമ്മിൽ എന്താണ് ആരും നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ ഒന്നും എന്താണ് ഏകാധിപത്യത്തിലേക്ക് പോകുന്നില്ല. തമ്മിൽ നിയന്ത്രിക്കാനുള്ള ഒരു അധികാരം എന്താണ് നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്. ഇനി ഇന്ത്യൻ ഭരണഘടന ജനാധിപത്യം എന്ന ഭരണ സംവിധാനത്തെയും മൂല്യത്തെയും അതിന്റെ രാഷ്ട്ര സങ്കല്പങ്ങളിൽ ഉറപ്പിക്കുന്നു. അധികാര കേന്ദ്രീകരണം ഒഴിവാക്കുന്നതും സ്വച്ഛാധിപത്യ പ്രവണതകൾ തടയുന്നതിനും ജനാധിപത്യം പരിപാലിക്കുന്നതിനും വേണ്ടിയാണ് ഗവൺമെന്റിന്റെ അധികാരം 3 ശാഖകൾക്കിടയിൽ വിഭജിച്ച് നൽകിയിരിക്കുന്നത്. അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്തു വെച്ചേക്കണം കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ ഈ പാഠത്തില്. സോ കുറച്ച് ലോങ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്, പക്ഷെ കുറേ കാര്യങ്ങൾ പറയുന്ന ഒരു ചാപ്റ്റർ കൂടിയാണ് കേട്ടോ. സോ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. താങ്ക്